എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയ കഥയിലേക്ക് കിടക്കാം. കഥയുടെ തുടക്കത്തിൽ തന്നെ 1980 കാലഘട്ടം. സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന അതിമനോഹരമായൊരു കൊച്ചു ഗ്രാമം ചാത്തൻമേട്. ആഭിചാര മന്ത്രവാദങ്ങൾക്ക് പേരുകേട്ട് ഇല്ലമായിരുന്ന കാളിയൂട്ടുമന അത് സ്ഥിതി ചെയ്യുന്നത് ഈ കൊച്ചു ഗ്രാമത്തിലാണ്. എന്നാൽ ഇപ്പോൾ ആ മന ആൾതാമസമില്ലാതെ പൂട്ടിക്കിടക്കുന്നു. എങ്കിലും ചാത്തൻമേട്ടുകാരുടെ പേടി സ്വപ്നമാണ് ഇന്നും കാളിയൂട്ടുമന. മനയുടെ പുറകിലൂടെയാണ് യക്ഷിപ്പുഴ ഒഴുകുന്നത്. പുഴ കടന്നാൽ സിദ്ധൻകാടായി. ഔഷധ സസ്യങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു സിദ്ധൻകാട്. എന്നാൽ വിഷപ്പാമ്പുകളും വന്യജീവികളും ഏറെ ഉണ്ട് താനും. നല്ല മഴയുള്ളൊരു രാത്രിയായിരുന്നു അന്ന്. കാളിയൂട്ടുമന ലക്ഷ്യമാക്കി ആരോ ഒരാൾ നടന്നു വരുന്നു. അയാൾക്ക് ഏകദേശം ഒരു 30 വയസ്സിനടുത്ത് പ്രായമുണ്ടാകും. അയാൾ നടന്ന് മനയുടെ ഉമ്മറപ്പടിയിലേക്ക് കയറി. ശേഷം ചുറ്റുപാടും ഒന്ന് നോക്കി. മന പുറത്തു നിന്നും താഴിട്ട് പൂട്ടിയിരിക്കുന്നു. എന്തൊക്കെയോ ജപിച്ച് കെട്ടിയിട്ടുമുണ്ട്. മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അയാൾ മനയുടെ വാതിലിൻ്റെ അടുത്തേക്ക് നടന്നു. പൂട്ട് പൊളിക്കുകയാണ് ലക്ഷ്യം. അതിനായി അയാൾ കയ്യിൽ കരുതിയിരുന്ന ഇരുമ്പുദണ്ട് പുറത്തെടുത്തു. പെട്ടെന്ന് തൻ്റെ പിന്നിൽ ആരോ നിൽക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. അയാൾ തിരിഞ്ഞു നോക്കി. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ രൂപം കണ്ട് അയാൾ ഭയന്ന് വിറങ്ങലിച്ചു പോയി. പിറ്റേന്ന് പുലർച്ചെ ചാത്തൻമേട്ടുകാർ കാണുന്നത് യക്ഷിപ്പുഴയുടെ തീരത്ത് മരിച്ചു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ്. ചിറ്റൂർനട തന്ത്രികളെ കൊണ്ടുവന്ന് ജപിച്ചു കെട്ടിയിട്ടും അനർത്ഥങ്ങൾ ഇനിയും ഒഴിയുന്നില്ലല്ലോ എൻ്റെ വിശ്വ. ഇതിപ്പോൾ എത്രാമത്തെയാ? നാട്ടുകാരിൽ ഒരാൾ മനയുടെ കാര്യസ്ഥനായ വിശ്വനോട് ചോദിച്ചു. വിശ്വൻ മറുപടി ഒന്നും പറഞ്ഞില്ല. വർഷങ്ങൾക്ക് ശേഷം ബാംഗ്ലൂരിലെ ഒരു നിശാ ക്ലബിലെ ആഘോഷങ്ങളിൽ മതിമറന്ന് നിൽക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ. ഇതേ സമയം തൊട്ടടുത്ത ബാർ കൗണ്ടറിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. കാഴ്ചയിൽ 27 വയസ്സ് പ്രായം. ഒഴിച്ചു വച്ചിരിക്കുന്ന ഒരു പെഗ് അകത്താക്കിയ ശേഷം അയാൾ ഒരു സിഗരറ്റ് എടുത്ത് കത്തിക്കുന്നു. അയാളാകെ അസ്വസ്ഥനാണ്. പെട്ടെന്ന് ടേബിളിലിരിക്കുന്ന അയാളുടെ ഫോൺ റിങ് ചെയ്യുന്നു. അതിൽ കോളിംഗ് അമ്മ എന്ന് കാണാം. ഒട്ടും താല്പര്യമില്ലാതെയാണ് അയാൾ കോള് അറ്റൻഡ് ചെയ്യുന്നത്. അമ്മ, എന്താണ്? ഓ, എപ്പോ? ശരി, അതിനു മുമ്പ് ഞാനെത്തും. ഇത്രയും പറഞ്ഞ അയാൾ ഫോൺ കട്ട് ചെയ്യുന്നു. ശേഷം ക്ലബിലെ പാർട്ടിയിൽ സുഹൃത്തുക്കൾക്കൊപ്പം ഡാൻസിൽ മുഴുകിയിരിക്കുന്ന തൻ്റെ ഭാര്യയെ വിളിക്കുന്നു. പ്രിയ അയാളുടെ അരികിൽ വന്ന കാര്യം തിരക്കുന്നു. എന്തു പറ്റി ശ്യാം? നമുക്ക് അത്യാവശ്യമായി ഒന്ന് നാട്ടിൽ പോകണം. മുത്തശ്ശി മരിച്ചു, ശ്യാം പറഞ്ഞു. ഹോ ഷിറ്റ്. ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ അവൾ സ്വരം താഴ്ത്തി പറഞ്ഞു. ക്ലബിലെ പാർട്ടി അവസാനിപ്പിച്ച് ശ്യാമും പ്രിയയും തങ്ങളുടെ ഫ്ലാറ്റിലെത്തി ബാഗ് പാക്ക് ചെയ്തു. വൈകാതെ തന്നെ അവർ നാട്ടിലെത്തി. വളരെ പഴക്കമുള്ളൊരു തറവാട്. തറവാടിന് മുൻപിലെ മതിലിൽ ഒരു മരണാനന്തര പോസ്റ്റും ഒട്ടിച്ചു വച്ചിട്ടുണ്ട്. സാവിത്രി 72 നിര്യാതിയായി. ജനനം 1950, മരണം 2023. തറവാടിൻ്റെ മുൻവശത്തായി കുറച്ച് ആളുകൾ അങ്ങിങ്ങായി നിൽക്കുന്നുണ്ട്. പിൻവശത്തായി മരണാനന്തര ചടങ്ങുകൾ നടക്കുകയാണ്. ശ്യാം, ഭാര്യ പ്രിയ, അമ്മ ഗിരിജ, സഹോദരി ശാലിനി, ശാലിനിയുടെ ഭർത്താവ് ആദിനാഥ്, പിന്നെ ഏതാനും ചില നാട്ടുകാരും അവിടെ കൂടിയിട്ടുണ്ട്. കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കർമ്മങ്ങൾക്ക് ശേഷം ശ്യാം ചിതയ്ക്ക് തീ കൊളുത്തുന്നു. ചിതയിലെ അഗ്നി ജ്വലിച്ചു വരുന്നത് എല്ലാവരും മൂകമായി നോക്കി നിൽക്കുകയാണ്. നേരം രാത്രിയായി. തറവാടിൻ്റെ ബാൽക്കണിയിൽ ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശ്യാം. അയാളുടെ ആലോചനയെ ഭേദിച്ചുകൊണ്ട് പ്രിയ അങ്ങോട്ടേക്ക് വന്നു. ശ്യാം, ഒരു കോളുണ്ട്. ശ്യാമിന് ഫോൺ കൈമാറിയ ശേഷം പ്രിയ താഴേക്ക് നീങ്ങുന്നു. ശ്യാം ഫോണിൽ സംസാരിച്ചു. ഹലോ സാർ, ഞാൻ നാട്ടിലാണ്. മുത്തശ്ശി മരിച്ചു. ഇതേ സമയം ശ്യാമിൻ്റെ അളിയൻ ആദിനാഥ് കോണിപ്പടി ഇറങ്ങി വരുന്ന പ്രിയയുടെ അടുത്ത് ശ്യാമിനെ അന്വേഷിക്കുന്നു. ശ്യാം മുകളിലുണ്ടെന്ന് മറുപടി നൽകി നടന്നു നീങ്ങാൻ ഒരുങ്ങുന്ന പ്രിയയോട് ആദിനാഥ് പറഞ്ഞു. പ്രിയ, പോകാൻ വരട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇരുവരും മുകളിൽ ബാൽക്കണിയിലേക്ക് പോയി. അവിടെ ശ്യാമിൻ്റെ ഫോൺ സംഭാഷണം അവസാനിച്ചിട്ടില്ല. പ്രിയയും ആദിനാഥും വരുന്നത് കണ്ട് ശ്യാം കോള് കട്ട് ചെയ്യാൻ ഒരുങ്ങുന്നു. ശരി സാർ, ഞാൻ പിന്നെ വിളിക്കാം. ആദിനാഥ് ശ്യാമിൻ്റെ അടുത്ത് വന്ന് അയാൾ വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റിൻ്റെ പകുതി വാങ്ങി വലിച്ചുകൊണ്ട് ശ്യാമിനോട് ചോദിച്ചു. അളിയൻ എന്നാണ് ഇനി തിരിച്ചു പോകുന്നത്? ഒന്നും തീരുമാനിച്ചിട്ടില്ല, ശ്യാം മറുപടി നൽകി. വീണ്ടും ഒരു പുക എടുത്തുകൊണ്ട് ആദിനാഥ് തിരക്കി. ബാംഗ്ലൂരിലെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? ഒരു ചെറിയ നിരാശയോടെ ശ്യാം പറഞ്ഞു. ഓ, അതൊക്കെ പറയാതിരിക്കുന്നതാണ് അളിയാ നല്ലത്. ബിസിനസ്സൊക്കെ ആകെ നഷ്ടത്തിലാണ്. ഇപ്പോൾ തന്നെ ആവശ്യത്തിലേറെ കടങ്ങളുണ്ട്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരെത്തും പിടിയുമില്ലാതെ നിൽക്കുകയാണ് ഞാൻ. ചാത്തൻമേട്ടിൽ എവിടെയോ നമ്മുടെ കുറച്ച് സ്ഥലം കിടപ്പില്ലേ? അളിയന് ഓർമ്മയില്ലേ? ആദിനാഥ് ചോദിച്ചു. ഓർക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലല്ലോ അതൊന്നും. ആ സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളത് മുഴുവനും കുഴപ്പം പിടിച്ച കഥകളാണ്. ശ്യാം മറുപടി നൽകി. ഏയ്, എന്തു കുഴപ്പം? അതൊക്കെ പണ്ടുള്ളവർ പറഞ്ഞു നടക്കുന്ന വെറും കെട്ടുകഥകളല്ലേ, വെറും അന്ധവിശ്വാസം. എൻ്റെ കയ്യിലൊരു പറ്റിയ പാർട്ടിയുണ്ട്. നല്ല വിലയും ഞാൻ വാങ്ങിച്ചു തരാം. 15 ഏക്കർ സ്ഥലമില്ലേ?
വെറുതെ അവിടെ കിടന്ന് നശിച്ചു പോകണ്ടല്ലോ. ഇത്രയും പറഞ്ഞ ആദിനാഥ് ശ്യാമിനെ നോക്കി. പക്ഷേ ശ്യാമിൻ്റെ മുഖത്തെ വലിയ താല്പര്യമുള്ള മട്ടില്ല. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല അളിയ. നാളെ നമുക്ക് ആ പാർട്ടിയെയും കൂട്ടി അവിടെ വരെ ഒന്ന് പോകാം, ആദിനാഥ് പറഞ്ഞു. ശ്യാം മറുപടി ഒന്നും നൽകിയില്ല. പ്രിയ എന്താ ഒന്നും മിണ്ടാത്ത? ഞാൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി എന്ത് തോന്നുന്നു? ആദിനാഥ് പ്രിയയോട് ചോദിച്ചു. എന്ത് വേണമെന്ന് ശ്യാം തീരുമാനിക്കട്ടെ, പ്രിയ പറഞ്ഞു. അമ്മ സമ്മതിക്കാതെ എങ്ങനെയാ? ശ്യാം ചെറിയൊരു മടുപ്പോടെ ചോദിച്ചു. ആദിനാഥ് പറഞ്ഞു, ഇപ്പോൾ അമ്മയോടൊന്നും പറയാൻ നിൽക്കണ്ട. ഇനി വേറൊന്നും ആലോചിക്കാനില്ല അളിയ. നമുക്ക് നാളെ പാർട്ടിയെയും കൂട്ടി അവിടം വരെ പോയി സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇഷ്ടപ്പെട്ടാൽ ഒത്തൊരു വില പറഞ്ഞ് നമുക്കതങ്ങ് ഉറപ്പിച്ചു വയ്ക്കാം. എല്ലാം ശരിയായിട്ട് അമ്മയെ അറിയിച്ചാൽ മതി. എന്നാലും അളിയ, ശ്യാം പറഞ്ഞ് മുഴുവിപ്പിക്കും മുമ്പ് പ്രിയ പറഞ്ഞു, എന്തായാലും നാളെ അവിടം വരെ ഒന്ന് പോയി വാ ശ്യാം. അളിയനിനി ഒന്നും ആലോചിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് ആദിനാഥം പറഞ്ഞപ്പോൾ ശ്യാം സമ്മതിച്ച മട്ടിൽ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, ആ എന്തായാലും നാളെ ഒന്ന് പോയി നോക്കാം. ആ സംഭാഷണം അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാവരും മുറിയിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ തന്നെ ശ്യാമും ആദിനാഥും ചാത്തൻമേട്ടിലേക്ക് യാത്ര തിരിച്ചു. അധികം പുരോഗമനമൊന്നും സംഭവിക്കാത്തൊരു കൊച്ചു ഗ്രാമം ചാത്തൻമേട്. ആൾത്തിരക്കില്ലാത്തൊരു ജംഗ്ഷനിലേക്ക് അവർ സഞ്ചരിക്കുന്ന കാറ് വന്നു നിന്നു. അവിടെ കണ്ടൊരു ചായക്കടയെ ലക്ഷ്യമാക്കി ആദിനാഥ് കാറിൽ നിന്ന് ഇറങ്ങി നടന്നു. കടക്കാരൻ നല്ല തിരക്കിലാണ്. കടയിൽ പ്രായമായ 4-5 പേർ ഇരിക്കുന്നുണ്ട്. ഒരാൾ പത്രം വായനയിൽ മുഴുകിയിരിക്കുന്നു. ബാക്കിയുള്ളവർ കുശലം പറഞ്ഞു ചിരിക്കുന്നു. ആദിനാഥ് വന്ന് കടക്കാരനോടായി ചോദിച്ചു, ചേട്ടാ ഈ കാളിയൂട്ട് മന? പെട്ടെന്ന് കടയിലുള്ളവരുടെ ഭാവം മാറി. പത്രം വായിച്ചുകൊണ്ടിരുന്നയാൾ വായന നിർത്തി ആദിനാഥിനോട് ചോദിച്ചു, നിങ്ങളാരാ? എവിടുന്നാ? ഇതിനു മുമ്പ് ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ, ആദിനാഥ് പറഞ്ഞു. ഞങ്ങൾ കുറച്ച് ദൂരേന്നാണ്. മനയിലൊരു കാര്യസ്ഥനുണ്ടല്ലോ വിശ്വൻ, അയാളിപ്പോൾ എവിടെയുണ്ടാവും? ആളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. നിങ്ങൾ ആരാണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ, കടക്കാരൻ തിരക്കി. ഞങ്ങൾ ആ സ്ഥലം ഒന്ന് നോക്കാൻ വന്നതാണ്, ആദിനാഥ് പറഞ്ഞു. കടക്കാരൻ ആകാംക്ഷയോട് ചോദിച്ചു, വിൽപ്പനയാണോ ഉദ്ദേശം? ആദിനാഥ് പറഞ്ഞു, ആ പാർട്ടിക്ക് ഇഷ്ടമായാൽ കച്ചവടമാക്കാമെന്ന് കരുതി. അതിനാ വസ്തുവിൻ്റെ അവകാശികളൊക്കെ ദൂരെ എവിടെയോ അല്ലേ, കടക്കാരൻ തിരക്കി. ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചതിന് ശേഷം പരിസരമൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് കടക്കാരനോടായി പറഞ്ഞു, അതിൻ്റെ ഇപ്പോഴത്തെ അവകാശിയാണ് ആ വണ്ടിയിലിരിക്കുന്നത്. കാറിലിരിക്കുന്ന ശ്യാമിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയ ശേഷം കടക്കാരൻ, സാവിത്രിയമ്മയുടെ? ആ അതെ, സാവിത്രിയമ്മയുടെ കൊച്ചുമകൻ. കടക്കാരൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വന്നു. അയാൾ പറഞ്ഞു, അത് ശരി. കാലങ്ങളായി ആരും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്ന സ്ഥലമല്ലേ. ഇപ്പോൾ വിശ്വനാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. വിശ്വൻ്റെ വീട്? ആദിനാഥ് തിരക്കി. കടക്കാരൻ ഒരു വഴി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, സാറേ ഈ വഴി നേരെ പോയി. അപ്പോഴേക്കും കടയിലേക്ക് സിഗരറ്റ് വാങ്ങാനായി ഒരു ചെറുപ്പക്കാരനെത്തി. കടക്കാരൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, എടാ ഫിറോസേ, ഈ സാറുമാർക്ക് വിശ്വൻ്റെ വീടൊന്ന് കാണിച്ചു കൊടുത്തേ. ഫിറോസിന് സിഗരറ്റ് എടുത്തു കൊടുത്തുകൊണ്ട് ആദിനാഥിനോട് കടക്കാരൻ പറഞ്ഞു, സാറുമാർ ഇവൻ്റെ കൂടെ പൊയ്ക്കോ, ഇവൻ വഴി കാണിച്ചു തരും, ഇവനും ആ വഴിക്കാ. ആ ശരി ചേട്ടാ, ആദിനാഥ് പറഞ്ഞു. ആദിനാഥും ശ്യാമും ഫിറോസിൻ്റെ ഒപ്പം വിശ്വൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കാറിനെ നോക്കി കടയിലുള്ള ആളുകൾ കേൾക്കാൻ വിധം കടക്കാരൻ സ്വയം പറഞ്ഞു, ഇനി എന്തൊക്കെ പുകിലാണോ നടക്കാൻ പോകുന്നത്? ഇത് കേട്ട് കടയിലുള്ളവർ പരസ്പരം നോക്കി. വിശ്വൻ്റെ വീട് ലക്ഷ്യമാക്കി കാറ് നീങ്ങുകയാണ്. ശ്യാം കാറ് ഡ്രൈവ് ചെയ്യുന്നു. ഇടതുവശം ഫിറോസും പിൻസീറ്റിൽ ആദിനാഥും ഇരിക്കുന്നു. ഫിറോസ് ശ്യാമിന് വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ചേട്ടാതെ, ആ വഴി നേരെ ചെന്നിട്ട് എടുത്തോട്ട്. ഇതേ സമയം വസ്തു വാങ്ങാനുള്ള ആളുകളായി ഫോണിൽ സംസാരിക്കുകയാണ് ആദിനാഥ്. ഒരു വഴിയോരത്ത് കാറ് നിർത്തുന്നു. ഡോർ തുറന്ന് ഫിറോസും ഒപ്പം ആദിനാഥും ഇറങ്ങി. ഇവിടെ നിന്ന് നേരെ ചെല്ലുമ്പോൾ വലതുവശത്ത് കാണുന്ന ആദ്യത്തെ വീടാ വിശ്വേട്ടൻ്റെ. എങ്കിൽ ഞാൻ പോയിക്കോട്ടെ, ഫിറോസ് പറഞ്ഞു. ആയിക്കോട്ടെ, വളരെ ഉപകാരം, ആദിനാഥ് ഫിറോസിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഫിറോസ് തിടുക്കത്തിൽ നടന്നു നീങ്ങി. അല്പം നടന്ന ശേഷം തിരിഞ്ഞു നോക്കി. ആദിനാഥ് അപ്പോൾ വസ്തു വാങ്ങാനെത്തുന്ന ആളുകളോട് ഫോണിൽ സംസാരിക്കുകയാണ്. ആ അത് തന്നെ, നേരെ ഇങ്ങോട്ട് പോര്. മറ്റൊരു കാറിൽ വസ്തു വാങ്ങാനെത്തുന്ന ആളുകൾ അവിടേക്ക് വന്നു. കാറിൽ നിന്നിറങ്ങിയവർ ആദിനാഥിനും ശ്യാമിനുമൊപ്പം വിശ്വൻ്റെ വീട്ടിലേക്ക് നടന്നു. വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായോ? ശ്യാം അവരോട് തിരക്കി. ഏയ് എന്ത് ബുദ്ധിമുട്ട്, ഇതൊക്കെ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമല്ലേ, അവരിൽ ഒരാൾ പറഞ്ഞു. ഈ പട്ടിക്കാട്ടിൽ എന്ത് ബിസിനസ്സാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആദിനാഥ് തിരക്കി. ഇവിടെ കൈലാസഗിരി എന്നൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. കേരളത്തിനകത്ത് നിന്നും പുറത്തുമായി ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ വരാറുണ്ട്. ആലോചിച്ചു നോക്കിയപ്പോൾ ഇവിടെ ഒരു ഹോം സ്റ്റേ ഒരുക്കിയാൽ വളരുമെന്ന് തോന്നി. ഇപ്പോൾ ഈ സ്ഥലം വാങ്ങിയാൽ ഭാവിയിൽ എനിക്ക് ഉപകാരപ്പെടും. എങ്ങനെ? ഒരു ചിരിയോടെ സ്ഥലം വാങ്ങാനെത്തിയ ആൾ പറഞ്ഞു. അയാളെ ഒന്ന് സുഖിപ്പിച്ചുകൊണ്ടെന്ന വിധം ആദിനാഥ് പറഞ്ഞു. ഓ ഭയങ്കര ബുദ്ധിയാണല്ലോ സാറേ. അവർ നടന്ന് വിശ്വൻ്റെ വീടിൻ്റെ മുമ്പിലെത്തി. മുറ്റത്ത് ചെടികൾ നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിശ്വൻ. കാഴ്ചയിൽ 76 വയസ്സ് പ്രായം. വിശ്വട്ടനല്ലേ? ശ്യാം തിരക്കി. അതെ, ആരാ? എവിടെന്നാ? വിശ്വൻ മനസ്സിലാകാത്ത മട്ടിൽ തിരക്കി. കാളിയൂട്ടുമനയിലെ സാവിത്രിയമ്മയുടെ പേരക്കുട്ടിയാണ്. ആദിനാഥാണ് മറുപടി നൽകിയത്. അത് കേട്ട വിശ്വൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു. ഓഹോ, എന്താ മോൻ്റെ പേര്? ശ്യാം മറുപടി നൽകി. മുത്തശ്ശി സുഖമായിട്ടിരിക്കുന്നു മോനെ, വിശ്വൻ തിരക്കി. ശ്യാം പറഞ്ഞു.
മുത്തശ്ശി 3 ദിവസം മുമ്പ് മരിച്ചു. വിശ്വൻ ഒന്ന് നീളത്തിൽ മൂളി. കുറച്ചു നേരം നിശബ്ദനായ ശേഷം അയാൾ പറഞ്ഞു, ആ, നിങ്ങൾ അകത്തേക്ക് കയറിയിരിക്കേ. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. കുടിക്കാനൊന്നും വേണ്ട ചേട്ടാ, ഞങ്ങൾ മനയൊന്ന് കാണാൻ വന്നതാ, ആദിനാഥ് പറഞ്ഞു. വിശ്വേട്ടൻ കൂടെ വന്ന ആ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തന്നാൽ. ശ്യാം പറഞ്ഞ് മുഴുവിപ്പിക്കും മുമ്പ് വിശ്വം പറഞ്ഞു, അതിനെന്താ, നമുക്ക് പോവാലോ, ഞാനൊരു ഷർട്ട് ഇട്ടിട്ട് വരാം. അങ്ങനെ അവർ കാളിയൂട്ട് മനയിലേക്ക് യാത്ര തിരിച്ചു. ആൾ സഞ്ചാരം തീരെയില്ലാത്ത ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത്. ഒരു വളവ് തിരിഞ്ഞപ്പോൾ കുറച്ച് അകലിയായി തലയുയർത്തി നിൽക്കുന്ന മനയുടെ മുകൾ ഭാഗം കാണാം. നടന്നിപ്പോൾ അവർ മനയുടെ മുൻവശത്തെത്തി. കണ്ടാൽ പേടി തോന്നിക്കുന്ന ഒരു പൊളിഞ്ഞ തറവാട്. അവരെല്ലാവരും തറവാടും പരിസരവും നോക്കി നിൽക്കുകയാണ്. ഓ, ഇതൊരു പ്രേതാലയമാണല്ലോ വിശ്വട്ട, ആദിനാഥ് പറഞ്ഞു. അതിന് നമ്മളിവിടെ സ്ഥിരതാമസത്തിന് വന്നതല്ലോ, സ്ഥലം വാങ്ങാവുന്ന ആൾ മറുപടി നൽകി. അത് ശരിയാ, സാറിന് ഇവിടെ ഒരു റിസോർട്ടും ഹോം സ്റ്റേയും ഒക്കെയായി, ഇത് പൊളിക്കാനുള്ളതല്ലേ, ആദിനാഥ് വിശ്വനോടായി ചെറിയൊരു ചളിപ്പോട് കൂടി പറഞ്ഞു. ഈ സമയം സ്ഥലം വാങ്ങാമെന്നവർ ശ്യാമിനൊപ്പം മനയും പരിസരവും ഒക്കെ കാണാൻ നടന്നു. ആദിനാഥും മനയും പരിസരവും ഒക്കെ നിരീക്ഷിക്കുകയാണ്. മനയുടെ അടച്ചിട്ട ജനലുകളിലും വാതിലിലും കൊട്ടിക്കൊണ്ട് പരതുന്ന അയാൾ അവിടെ കണ്ടൊരു വാതിൽ പഴുതിലൂടെ അകത്തേക്ക് നോക്കി. അകത്ത് മാറാല പിടിച്ചു കിടക്കുന്ന ചില രൂപങ്ങൾ അവ്യക്തമായി കാണാം. അയാൾ അതിലേക്ക് ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കൈ വന്ന് അയാളുടെ തോളിൽ പതിച്ചു. അയാൾ ഞെട്ടി തിരിഞ്ഞു നോക്കി. ഓ, പേടിപ്പിച്ചു കളഞ്ഞല്ലോ വിശ്വട്ട നിങ്ങൾ, ഒരു അമ്പരപ്പോടെ ആദിനാഥ് പറഞ്ഞു. അപ്പോൾ പേടിയുണ്ടല്ലേ, വിശ്വനൊരു ചിരിയോടെ ആദിനാഥിനോട് ചോദിച്ചു. ഒരു ചളിപ്പം മറയ്ക്കാൻ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടത്ത് വെച്ചുകൊണ്ട് ആദിനാഥ് പറഞ്ഞു, ഏയ് പിന്നെ പേടിയേ. എന്നിട്ട് അയാൾ മനയുടെ ഉമ്മറത്തേക്ക് കയറി വാതിലിലേക്ക് നോക്കി. അതിലെന്തൊക്കെയോ ജപിച്ചു കെട്ടിയിരിക്കുന്നു. അതിൻ്റെ തുരുമ്പിച്ച താഴിൽ പിടിച്ചുകൊണ്ട് ഒരു ചെറു പുഞ്ചിരിയോടെ ആദിനാഥ് പറഞ്ഞു, പൊളിച്ചാലോ, വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കണ്ട കുഞ്ഞേ, ഇതൊരു കുഴപ്പം പിടിച്ച സ്ഥലമാണ്, ചെറിയൊരു ഭയത്തോടെ വിശ്വം പറഞ്ഞു. ആദിനാഥ് വളരെ സൗമ്യതയോടെ വിശ്വനോട് ചോദിച്ചു, അല്ല ചേട്ടാ, ഞാൻ ഈ കുടുംബത്തിൽ വന്നു കയറി അന്നു മുതൽ കേൾക്കുന്നതാ, ഇവിടെ എന്തോ കുഴപ്പമുണ്ട്, ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നൊക്കെ. ഇവിടെ എന്താ ചേട്ടാ ഇത്ര പ്രശ്നം? ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ ഉപേക്ഷിച്ച് ഇവരെന്തിനാ വല്ല നാട്ടിലും പോയി കിടക്കുന്നത്? അപ്പോൾ കുഞ്ഞിനെ ഈ തറവാടിനെ കുറിച്ച് ഒന്നും അറിയില്ല അല്ലേ? വിശ്വൻ ചോദിച്ചു. ആദിനാഥ് ഇല്ല എന്നർത്ഥത്തിൽ തലയാട്ടി. ഒന്നിരുത്തി മൂളിക്കൊണ്ട് വിശ്വൻ മനയുടെ ഉമ്മറപ്പടിയിലേക്ക് ഇരുന്നു. ഒപ്പം ആദിനാഥും വന്നിരുന്നു. വിശ്വൻ പറയാൻ തുടങ്ങി. ചില വെച്ചാരാധനകളും ആഭിചാരക്രമങ്ങളും ദുർമന്ത്രവാദങ്ങളും ഒക്കെ നടന്നിരുന്ന ഒരു തറവാടാണിത്. ഒരു 19 വർഷങ്ങൾക്ക് മുമ്പ് നരബലി വരെ ഉണ്ടായിരുന്നു എന്നാണ് കേൾവി. ശ്യാംകുഞ്ഞിൻ്റെ മുത്തശ്ശി സാവിത്രിയമ്മയില്ലേ, അവരുടെ അച്ഛൻ ചന്ദ്രഹാസനും സഹോദരങ്ങളും അവരുടെ അമ്മാവൻ കാളിദുർഗന്റെ കീഴിൽ ഒരു ആഭിചാര പൂജ നടത്തി. എന്തു പൂജ? ആദിനാഥ് ആകാംക്ഷയോടെ തിരക്കി. വിശ്വൻ മനയുടെ വാതിലിലേക്ക് ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ആയുഷ്. ആദിനാഥിന് ആകാംക്ഷ കൂടി. ആയുഷ്, അതെന്താ? വിശ്വൻ ആ കഥ പറയാൻ തുടങ്ങി. 1953 കാളിയൂട്ടുമന. കാളിയൂട്ടുമന അതിൻ്റെ പ്രതാപകാലത്തിലാണ്. മുറ്റത്ത് വിവിധ തരം ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി ആളുകളെ കാണാം മനയുടെ ഉള്ളിൽ. പൂജാമുറിയിൽ എന്തോ പൂജയിലാണ് കാളി ദുർഗൻ. പൂജ കഴിഞ്ഞ അയാൾ വരാന്തയിലൂടെ നടന്നു വരുമ്പോൾ അയാളെ കാണുന്ന ജോലിക്കാർ ഭയഭക്തി ബഹുമാനത്തോടെ വരാന്തയുടെ ഇരുവശങ്ങളിലേക്കും മാറി നിന്നു. അയാൾ നടന്നു വന്ന് ഉമ്മറത്തെ ചാരുകസാരയിലേക്ക് ഇരുന്നു. കയ്യിൽ ഇരുന്നിരുന്ന തൂഷനില അടുത്തുള്ള തളികയിൽ വെച്ചുകൊണ്ട് വിളിച്ചു, കേളപ്പാ. വിളി കേട്ടുകൊണ്ട് കേളപ്പൻ അങ്ങോട്ടേക്ക് ഓടി വന്നു. കാളിദുർഗൻ ഒരു ഏലസെടുത്ത് അയാൾക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് കുട്ടിയുടെ അരയിൽ കെട്ടിക്കൊടുത്തോളൂ, ബാക്കിയെല്ലാം കാളിയുറച്ചാത്ത നോക്കിക്കോളൂ. എന്നാൽ ഞാനങ്ങോട്ട്. ഏലസ് വാങ്ങിക്കൊണ്ട് വളരെ വിനയത്തോടെ കേളപ്പൻ പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് കാളിദുർഗൻ കസാരയിലേക്ക് ചാരിയിരുന്നു. എന്നിട്ട് അടുത്തിരുന്ന വെറ്റിലച്ചെല്ലം തുറന്ന് അതിൽ നിന്നും വെറ്റിലെടുത്ത് മുറുക്കി. ഇതേ സമയം അയാൾക്കുള്ള ചായയുമായി വന്ന ബാല്യക്കാരിയോട്, ചന്ദ്രഹാസനെവിടെ? അയാൾ തിരക്കി. കാളിദുർഗന്റെ രണ്ടാമത്തെ അനന്തരവനാണ് ചന്ദ്രഹാസൻ. അകത്തെ മുറിയിൽ കുട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രഹാസനും സഹധർമ്മിണിയും. സാവിത്രിക്കുട്ടിയെ, അച്ഛൻ്റെ ചക്കരവാവേ, ഇങ്ങോട്ട് വന്നേ, അച്ഛനൊരു ഉമ്മ തന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കുട്ടിയെ കുഞ്ചിക്കുകയാണ്. അപ്പോൾ വാതിലിൻ്റെ പുറത്തു നിന്നും ബാല്യക്കാരി പറഞ്ഞു, തമ്പ്രാനെ വല്യമ്പ്രാൻ തിരക്കുന്നുണ്ട്. പെട്ടെന്ന് ചന്ദ്രഹാസന്റെ ഭാര്യയുടെ മുഖത്തെ ചിരി മാഞ്ഞു. ചെറിയൊരു ഭയം വന്നു. അവർ ചന്ദ്രഹാസന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിച്ചു. ചന്ദ്രഹാസൻ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. ചെറിയമ്പ്രാനെ കൂടി കൂട്ടിക്കൊള്ളാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ബാല്യക്കാരി പറഞ്ഞു. പറഞ്ഞ പോലെ അവനെവിടെ? കാളിദാസൻ. ചന്ദ്രഹാസൻ തിരക്കി. മനയുടെ പിൻവശത്തായി പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ബാല്യക്കാരിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കാളിദാസൻ. തൻ്റെ അടുത്ത് നിന്നിരുന്ന ബാല്യക്കാരി സ്ത്രീയോട് കാളിദാസൻ പറഞ്ഞു, നീലിയുടെ മൂളൂട്ടിയെ കടവിൽ വെച്ച് ഒരു നോട്ടം കണ്ടിരിക്കുന്നു. അവളങ്ങ് വലിയ പെണ്ണായി പോയല്ലോ. ഇവിടെ എന്തെങ്കിലും പണിക്ക് കൊണ്ടുവന്ന് നിർത്തിക്കൂടെ അവളെ? നിനക്കൊരു സഹായവുമാകുമല്ലോ. പെട്ടെന്ന് പിന്നിൽ നിന്നും ചന്ദ്രഹാസന്റെ വിളി, ദാസാ. കാളിദാസൻ തിരിഞ്ഞു നോക്കി. ഇങ്ങോട്ട് വരിക, ചന്ദ്രഹാസൻ പറഞ്ഞു. കാളിദാസൻ ചന്ദ്രഹാസന്റെ അടുത്തേക്ക് ചെന്നു.
നിന്റെ ഈ ബാല്യക്കാരികളുടെ അടുത്തുള്ള ചുറ്റിക്കളികൾ അല്പം കൂടുന്നുണ്ട്, ചന്ദ്രഹാസൻ ശകാരത്തോടെ പറഞ്ഞു. ഏയ്, ഞാൻ എന്ത് ചെയ്യുന്നുവെന്ന് ഏട്ടൻ പറയണേ? ദാസൻ അപ്പോഴും ബാല്യക്കാരികളുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് മറുപടി നൽകി. ഇത് കണ്ട് അല്പം കയർത്തുകൊണ്ട്, താനൊന്നും ചെയ്യണ്ട, അമ്മാവൻ തിരക്കുന്നുണ്ട്. അവളെവിടെ? സുഭക, അവളെയും കൂട്ടി വേഗം വരിക. ഇത് പറഞ്ഞ് ചന്ദ്രഹാസൻ നിലവറയിലേക്ക് നടന്നു. ഓ, തമ്പ്രാട്ടി ഈ സമയം അടുക്കളയിൽ കാണും, കളിയാക്കും മട്ടിൽ ദാസൻ പറഞ്ഞു. അടുക്കളയിൽ എല്ലാവരും തിരക്കിട്ട പാചകത്തിലാണ്. വല്യമ്പ്രാട്ടി അടുക്കളയിൽ നിന്ന് ജോലിക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതിനിടയിൽ തൊട്ടടുത്തുള്ള മുറി ലക്ഷ്യമാക്കി അവർ വിളിച്ചു, സുഭകേ. ഇതേ സമയം കുളി കഴിഞ്ഞ് മുടിയിലെ ഈറൻ തോർത്തിക്കൊണ്ട് നിൽക്കുകയാണ് സുഭക. അതിനുശേഷം കണ്ണുകൾ എഴുതി നെറ്റിയിൽ കുങ്കുമം അണിഞ്ഞു. അപ്പോഴേക്കും അടുക്കളയിൽ നിന്നും വീണ്ടും വിളി വന്നു. ഈ പെണ്ണിത് എന്തെടുക്കുക? സുഭകേ. എന്താ ചെറിയമ്മേ? മുടിയിൽ പൂവ് ചൂടിക്കൊണ്ട് സുഭക അടുക്കളയിലേക്കെത്തി. നീ എവിടെയായിരുന്നു എൻ്റെ കുട്ടി? നിന്റെ അമ്മാവൻ തിരക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേയായിരിക്കണോ? തമ്പുരാട്ടി അവളെ ശകാരിച്ചു. ദേ, ഞാൻ അങ്ങോട്ട് പോകാണേ. കാച്ചി വച്ചിരിക്കുന്ന പപ്പടത്തിൽ ഒരെണ്ണം എടുത്ത് കടിച്ചുകൊണ്ട് തിടുക്കത്തിൽ അവൾ നടന്നു നീങ്ങി. അരണ്ട വെളിച്ചമുള്ള ഇടനാഴിയിലൂടെ നടന്നു വരികയാണ് സുഭക. അവളുടെ കയ്യിലൊരു തളികയും അതിൽ ചെറിയൊരു ചിത്രകൂടവുമുണ്ട്. ഇടനാഴിയുടെ ഇരുവശങ്ങളിലുമായി ചുവരുകളിൽ വെള്ളിമൂങ്ങയുടെയും കൂടാതെ ആഭിചാരങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു പല രൂപങ്ങളുടെയും ചിത്രങ്ങൾ കാണാം. അവൾ നടന്ന് ഇടനാഴിയിൽ നിന്നും അവിടെയുള്ളൊരു നിലവറയിലേക്ക് പ്രവേശിച്ചു. നിലവറയ്ക്കുള്ളിൽ കാളിയൂർ ചാത്തൻ്റെ ഒരു വലിയ വിഗ്രഹമുണ്ട്. അതിനു മുന്നിലായി ഒരു മന്ത്രവാദക്കളം ഒരുക്കിയിട്ടുണ്ട്. നിലവറയ്ക്കകം മൺചിരാതുകളാൽ അലങ്കരിച്ചിട്ടുമുണ്ട്. അവിടെ മന്ത്രവാദക്കളത്തിന് മുന്നിൽ എന്തോ പൂജയിൽ മുഴുകിയിരിക്കുകയാണ് കാളിദുർഗൻ. ഇരുവശങ്ങളിലുമായി കാളിദാസനും ചന്ദ്രഹാസനും നിൽപ്പുണ്ട്. സുഭക ചാത്തൻ്റെ മുന്നിലായി വെച്ചിട്ടുള്ള ഒരു ഇടത്തരം വലിപ്പമുള്ള ഭരണിയിലേക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചിത്രകൂടത്തിൽ നിന്നും രക്തമൊഴിച്ചു. ശേഷം കാളിദാസന്റെയും ചന്ദ്രഹാസന്റെയും നടുവിൽ വന്ന് നിന്നു. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയ നിമിഷം വീണ്ടും പൂജയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പൂജയ്ക്ക് ശേഷം കാളിയൂർ ചാത്തനെ തൊട്ടുവണങ്ങി കാളിദുർഗൻ എഴുന്നേറ്റു. എന്നിട്ട് 3 പേരോടായി കാളിദുർഗൻ പറഞ്ഞു, ഇന്നാണ് ആയില്യ നക്ഷത്രത്തിൽ പിറന്ന കന്യകയെ കാളിയൂർ ചാത്തന് ബലി നൽകേണ്ടത്. എന്നിട്ട് തെല്ല് മൗനത്തിന് ശേഷം ഒരു ആത്മസംതൃപ്തിയോടെ ചാത്തന്റെ വിഗ്രഹത്തിലേക്ക് നോക്കി പറഞ്ഞു, 26ാമത്തെ ബലി. ഞാൻ പൂജിച്ചു തന്ന പ്രസാദം ആ കുട്ടിക്ക് കൊടുത്തോ? തൻ്റെ തലയൊന്ന് തടവിക്കൊണ്ട് സുഭകയോട് കാളിദുർഗൻ ചോദിച്ചു. ഉവ്വ്, സുഭക പറഞ്ഞു. സുഭകയുടെ തോളിൽ തട്ടി കാളിദുർഗൻ പ്രശംസിച്ചു. തൻ്റെ അമ്മാവൻ്റെ പ്രശംസയിൽ സുഭക വളരെ സന്തോഷവതിയായിരുന്നു. തുടർന്ന് കാളിദാസനോട് കാളിദുർഗൻ ചോദിച്ചു, ബലി കഴിഞ്ഞാൽ മൃതശരീരം അടക്കം ചെയ്യാനുള്ള കൂട്ടുകൾ തയ്യാറാണോ? ദാസൻ വിനയത്തോടെ പറഞ്ഞു, സിദ്ധൻകാട്ടിൽ നിന്നും ഔഷധച്ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അവ അരച്ച് പാകപ്പെടുത്തുകയേ വേണ്ടൂ. എങ്കിൽ അതൊന്ന് വേഗമായിക്കോട്ടെ, കാളിദുർഗൻ പറഞ്ഞു. എന്നിട്ട് ചന്ദ്രഹാസനോട് കാളിദുർഗൻ പറഞ്ഞു, ഇന്നാണ് കന്നിയിലെ ആദ്യ വെള്ളി. കാളിദുർഗൻ പറഞ്ഞു മുഴുവിപ്പിക്കും മുമ്പ് ചന്ദ്രഹാസൻ പറഞ്ഞു, ഉവ്, ഓർമ്മയുണ്ട്, ഇന്നല്ലേ കൂമൻകാവിൽ കൂമനൂട്ട്? മനസ്സ് നിറഞ്ഞ സന്തോഷത്തിൽ കാളിദുർഗൻ ചന്ദ്രഹാസന്റെ തോളിൽ തട്ടി. എന്നിട്ട് ചാത്തന്റെ വിഗ്രഹത്തിന്റെ മുന്നിൽ കൈകൂപ്പി പ്രാർത്ഥിച്ചു. ബാക്കി 2 പേരെ മാത്രം പ്രശംസിച്ചുകൊണ്ടുള്ള തൻ്റെ അമ്മാവന്റെ പ്രവൃത്തിയിൽ ദാസനത്ര സന്തോഷവാനായിരുന്നില്ല. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. തോളിൽ ഒരു സഞ്ചിയും തൂക്കി സിദ്ധൻകാട്ടിലേക്കുള്ള ഒരു ഇടുങ്ങിയ വഴിയിലൂടെ നടന്നു പോവുകയാണ് ചന്ദ്രഹാസൻ. നടന്ന് അയാൾ സിദ്ധൻകാട്ടിലെത്തി. അപ്പോഴേക്കും ഇരുട്ട് വീണിരുന്നു. അയാൾ കയ്യിലുണ്ടായിരുന്ന ചൂട്ട് വീണ്ടും തെളിയിച്ച് വീണ്ടും നടത്തം തുടർന്നു. കാട്ടിൽ ചീവീടുകളുടെ കരച്ചിൽ കേൾക്കാം. പല ഭാഗങ്ങളിലായി എന്തൊക്കെയോ ജീവികൾ ഓടിമറയുന്ന ശബ്ദം കേൾക്കാം. അയാൾ ശബ്ദം കേട്ട ദിക്കുകളിലേക്ക് ചൂട്ട് തെളിയിച്ചു നോക്കി. എന്നിട്ട് വീണ്ടും നടത്തം തുടർന്നു. ചന്ദ്രഹാസൻ കൂമങ്കാവിലെത്തി. അവിടെ കൂമന്റെ ഒരു വിഗ്രഹവും അതിനു മുന്നിലായി ഒരു ബലിപീഠവും ബലിപീഠത്തിൽ 3 നിലവിളക്കുമുണ്ട്. അയാൾ തൻ്റെ തോൾസഞ്ചിയിലുണ്ടായിരുന്ന കുപ്പിയിൽ നിന്നും എണ്ണയെടുത്ത് 3 വിളക്കിലും ഒഴിച്ച് തിരി കൊളുത്തി. കൂടാതെ വാഴയിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന കൂമന്റെ ഇഷ്ടഭക്ഷണം ബലിപീഠത്തിൽ തുറന്നു വെച്ച് മണിമുഴക്കി പൂജ ആരംഭിച്ചു. തത്സമയം അവിടെ ഒരു മരച്ചില്ലയിൽ കൂമൻ പറന്നു വന്നിരുന്നു. ചുറ്റും നോക്കിയ ശേഷം അതൊന്ന് മൂളുകയും ചെയ്തു. ചന്ദ്രഹാസൻ പൂജ കഴിഞ്ഞ് എഴുന്നേറ്റ് പിന്നിലേക്ക് മാറി നിന്നു. ഈ സമയം കൂമൻ ബലിപീഠത്തിലേക്ക് പറന്നിറങ്ങി തൻ്റെ ഇഷ്ടഭോജനം കഴിക്കാൻ തുടങ്ങി. ചുണ്ടിന് താഴെ എന്തൊക്കെയോ മന്ത്രം ജപിച്ചുകൊണ്ട് അയാൾ കൂമനെ വണങ്ങി. കാളിയൂട്ടുമനയുടെ കലവറയിൽ ഔഷധച്ചെടികളും മറ്റും അരച്ച് പാകപ്പെടുത്തുന്ന തിരക്കിലാണ് പൊന്നച്ചൻ, കാളിദാസന്റെ സഹായി. അവിടെ ഒരു മൂലയിൽ എന്തോ വലിയ ആലോചനയിലാണ് കാളിദാസൻ. പൊന്നച്ചനിടയ്ക്ക് കാളിദാസനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ തമ്പ്ര, വലിയ ആലോചനയിലാണല്ലോ? കുറച്ച് ചെടികൾ കൂടി കല്ലിലിട്ട് അരച്ചുകൊണ്ട് പൊന്നച്ചൻ ചോദിച്ചു. കാളിദാസൻ പൊന്നച്ചനെ ഒന്ന് നോക്കി. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പൊന്നച്ചൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് അയാളോട് ചോദിച്ചു, പൊന്നച്ച, കുറച്ചു പേർ കൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരാളെ മാത്രം ഒഴിവാക്കി ബാക്കിയുള്ളവരെ പ്രശംസിക്കുന്നത് ശരിയായൊരു കാര്യമാണോ? അത് ശരിയല്ല അമ്പ്ര, പൊന്നച്ചൻ മറുപടി നൽകി.
ഒന്ന് മൂളിക്കൊണ്ട് കാളിദാസൻ പറഞ്ഞു, ശരികേടുകൾ ഒരുപാട് നടക്കുന്നുണ്ട് ഇവിടെ. ഒരല്പം മൗനത്തിന് ശേഷം തുടർന്നു, ഒക്കെ ശരിയാവും, അല്ലെങ്കിൽ ശരിയാക്കണം. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് വേരുകളെടുത്ത് കയ്യിൽ പിടിച്ചു. അതിൽ കുറച്ചു നേരം നോക്കിയതിന് ശേഷം അയാൾ പൊന്നച്ചനോട് ചോദിച്ചു, ഇതെന്താണെന്നറിയാമോ പൊന്നച്ചന്? അതിലൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അയാൾ പറഞ്ഞു, ഇത് ത്രിപഞ്ചര ചെടിയുടെ വേരല്ലേ തമ്പ്ര. ഇതെന്തിനാണെന്നറിയാവോ നിനക്ക്? ദാസൻ തിരക്കി. അറിയാത്ത ഭാവത്തിൽ പൊന്നച്ചൻ കാളിദാസനെ നോക്കി. കണ്ണുകളിൽ ഒരല്പം തീക്ഷ്ണതയോടെ ആ വേരിൽ നോക്കിക്കൊണ്ട് കാളിദാസൻ തുടർന്നു, ഇത് ഇടിച്ചു പിഴിഞ്ഞ് 3 തുള്ളി രക്തത്തിൽ ചാലിച്ചാൽ രക്തം കട്ട പിടിക്കില്ല. അത് കേട്ടതും പൊന്നച്ചനൊന്ന് ഭയന്നു. തമ്പ്ര, അപ്പോൾ രക്തം കട്ട പിടിക്കാനുള്ളതും സിദ്ധംകാട്ടിൽ കാണും അല്ലേടോ? പൊന്നച്ചനെ നോക്കി ഒന്ന് കുലുങ്ങി ചിരിച്ചുകൊണ്ട് കാളിദാസൻ ചോദിച്ചു. പൊന്നച്ചന്റെ ഭയം ഇരട്ടിച്ചു. ഉണ്ടാകുമായിരിക്കും, അയാൾ പേടിയോടെ പറഞ്ഞു. അപ്പോൾ ഒരാളെ കൊല്ലണമെങ്കിൽ ഇതൊക്കെ തന്നെ ധാരാളം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കാളിദാസൻ പുറത്തേക്ക് പോയി. കാളിദാസന്റെ ആ പോക്ക് ഭയത്തോടെ പൊന്നച്ചൻ നോക്കി നിന്നു. ഈ സമയം വിദൂരതയിൽ എവിടെയോ നായ്ക്കൾ ഓലിയിടുന്നത് അയാൾ കേട്ടു. ഭയത്തോടെ അയാൾ ബാക്കി പച്ചമരുന്നുകൾ കൂടി അരയ്ക്കാൻ തുടങ്ങി. ചാത്തൻമേട്ടിലെ ഒരു വെളിപ്രദേശം, ചുറ്റും കുറ്റാക്കൂരിരുട്ട്. ആ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ചീവീടുകളുടെ കരച്ചിലും നായ്ക്കളുടെ ഓലിയിടലും കേൾക്കാം. ആ ഇരുട്ടിലങ്ങ് വിദൂരതയിൽ നിന്നും ചൂട്ടും കത്തിച്ച് നടന്നു വരികയാണ് തെച്ചിക്കോട്ടുകാവിലെ ഉത്സവം കഴിഞ്ഞ് ഇല്ലത്തേക്ക് മടങ്ങുകയായിരുന്ന വാര്യരും തിരുമേനിയും. വാര്യരുടെ മുഖത്ത് നല്ല ഭയമുണ്ട്. ഇത് കണ്ട തിരുമേനി ചോദിച്ചു, എന്താടോ വാര്യരെ, തൻ്റെ മുഖത്തൊരു ഭയം പോലെ? ചൂട്ട് വീശിക്കൊണ്ട് വാര്യർ പറഞ്ഞു, തിരുമേനിക്ക് ഏതാ സ്ഥലമെന്ന് വല്ല നിശ്ചയമുണ്ടോ? ചാത്തൻമേടാ. അതിനെന്താ? തിരുമേനി ചോദിച്ചു. അതിനെന്താന്നോ? കാളിയൂട്ടുമൻ എന്ന് കേട്ടിട്ടില്ലേ? ആഭിചാരത്തിനും ദുർബന്ധവാദത്തിനും പേര് കേട്ട ഇല്ലം. പകൽ സമയത്ത് പോലും ആളുകൾ വഴി നടക്കാൻ ഭയക്കുന്ന സ്ഥലം അത്, വാര്യർ പറഞ്ഞു. എന്നിട്ട് അടക്കി പിടിച്ച ശബ്ദത്തിൽ തുടർന്നു, പകല് പോലും ആത്മാക്കളുടെ നിലവിളി കേൾക്കാമെന്നാ പറയണേ. ആ ഇരുട്ടിൽ ഭയത്തോടെ ചുറ്റും നോക്കിയ ശേഷം തിരുമേനി പറഞ്ഞു, ദേ, താൻ ഓരോന്ന് പറഞ്ഞ് വെറുതെ ആളെ പേടിപ്പിക്കാതടോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ രാത്രിയിലുള്ള ഈ യാത്ര വേണ്ടാന്ന്. എന്തൊക്കെയോ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് വാര്യർ പറഞ്ഞു. ഡോ വാര്യരെ, തോണി പറഞ്ഞ് കടത്ത് വൈകിയത് കൊണ്ടല്ലേ, അല്ലാണ്ട് വേണോന്ന് വെച്ചിട്ടല്ലല്ലോ. താൻ വേണ്ടാത്തതൊന്നും മനസ്സിൽ വിചാരിക്കാതെ വേഗം അങ്ങോട്ട് നടക്കുക, തിരുമേനി ന്യായീകരിച്ചു. ഈ സമയം അങ്ങ് ദൂരെ നിന്നും കാലങ്കോഴിയുടെ കൂക്കുവിളികൾ കേൾക്കാൻ തുടങ്ങി. വാര്യർ പറഞ്ഞു, ശിവ ശിവ, കാലങ്കോഴിയാണല്ലോ പോണത്. രണ്ടുപേരും നടത്തം നിർത്തി കാലങ്കോഴിയുടെ കൂക്കുവിളി കേട്ട ദിശയിലേക്ക് നോക്കി. എന്നിട്ട് മുഖത്തോട് മുഖം നോക്കി പേടിച്ചു വിറച്ചുകൊണ്ട് ഒന്നിച്ചു ചൊല്ലി, അർജുനൻ, ഫൽഗുണൻ, പാർത്ഥൻ, വിജയനും. ഈ സമയം നിലവറയ്ക്കുള്ളിൽ ചാത്തന്റെ വിഗ്രഹത്തിന്റെ മുന്നിൽ പൂജ ചെയ്യുകയാണ് കാളിദുർഗനും ചന്ദ്രഹാസനും കാളിദാസനും സുബകയും. ചാത്തന്റെ വിഗ്രഹത്തിന്റെ മുന്നിൽ ഒരു മന്ത്രവാദക്കളം ഒരുക്കിയിട്ടുണ്ട്. അതിന് ചേർന്നുള്ള ഹോമകുണ്ടത്തിൽ ചുവന്ന പുഷ്പങ്ങളും ഭസ്മങ്ങളും എറിഞ്ഞുകൊണ്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ കാളിദുർഗൻ ചൊല്ലുന്നുണ്ട്. ബാക്കിയുള്ളവർ അത് ഏറ്റു ചൊല്ലുകയാണ്. കാളിദുർഗൻ അല്പം ഭസ്മമെടുത്ത് ഹോമകുണ്ടത്തിലെ അഗ്നിയിലേക്ക് എറിഞ്ഞു. അഗ്നി ആളിക്കത്തി. നേരം അർദ്ധരാത്രിയായി. ചാത്തൻമേട്ടിൽ ഒരു വീടിന്റെ മുകളിലേക്ക് കൂമൻ പറന്നു വന്നിരുന്നു. അതിന്റെ തീക്ഷ്ണമായ കണ്ണുകളോടുകൂടിയ നോട്ടം ഭയം ഉളവാക്കുന്നതായിരുന്നു. അധികം വൈകാതെ തന്നെ അതിന്റെ കൂവല ദേശം മുഴുവനും പരന്നു. വീടിന്റെ ഉൾവശത്ത് കട്ടിലിൽ കിടന്നുറങ്ങുന്ന സുന്ദരിയായ ഒരു യുവതി കൂമന്റെ കരച്ചിൽ കേട്ടതും എന്തോ ഒരു സ്വപ്നം പോലെ എന്ന വണ്ണം പരിസരം മറന്ന് കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. കൂമന്റെ കൂക്കുവിളി വീണ്ടും ഉയർന്നു. വീടിന്റെ വാതിൽ തുറന്ന യുവതി പുറത്തേക്ക് വന്നു. യുവതിയെ കണ്ടതും കൂമൻ അവിടെ നിന്നും പറന്നുയർന്നു. അതിന്റെ കൂക്കുവിളി ദേശം മുഴുവനും പരന്നു. നിലവറയ്ക്കുള്ളിൽ പൂജ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പൂജയുടെ ശക്തി എന്ന് തോന്നിക്കും വിധം ആ യുവതി ചാത്തൻമേട്ടിലെ വഴിയിലൂടെ സ്വയം മറന്നു നടന്നു. മനയുടെ നിലവറയ്ക്കുള്ളിലേക്ക് പുറത്തു നിന്നുള്ള രഹസ്യവാതിലിലൂടെ കൂമൻ പറന്നു വന്ന് ചാത്തന്റെ വിഗ്രഹത്തിലിരുന്നു. അപ്പോൾ കാളിദുർഗൻ പുറത്തു നിന്നും ആ യുവതിയെ കൂട്ടിക്കൊണ്ടുവരാൻ കാളിദാസനോട് ആംഗ്യം കാണിച്ചു. ശേഷം ശക്തമായി മണി മുടക്കിക്കൊണ്ട് പൂജ തുടർന്നു. അവിടെ ഉണ്ടായിരുന്ന തീപ്പന്തവും എടുത്ത് ദാസൻ പുറത്തേക്ക് പോയി. കാഴ്ചയിൽ ഗുഹ പോലെ തോന്നിക്കുന്ന നിലവറയിൽ നിന്നും പുറത്തേക്ക് നടക്കുവാനുള്ള ഇടുങ്ങിയ ഒരു രഹസ്യ വഴി. താഴെ വെള്ളം കെട്ടിക്കിടക്കുന്നു. ഞെറിച്ചിലുകൾ ചുറ്റും പാറിപ്പറക്കുന്നു. ഇരുട്ട് നിറഞ്ഞ വഴിയിലൂടെ കത്തിച്ചു പിടിച്ച പന്തവുമായി ദാസൻ മനയിൽ നിന്നും പുറത്തേക്ക് വന്നു. മനയുടെ പിൻഭാഗത്തുള്ള യക്ഷിപ്പുഴയുടെ തീരത്തുകൂടി സ്വയം മറന്ന് നടന്നു വരികയാണ് യുവതി. ദാസൻ അവിടെ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് നിലവറയ്ക്കുള്ളിലേക്ക് പോയി. നിലവറയ്ക്കുള്ളിൽ പൂജ തുടരുകയാണ്. അവിടെ മന്ത്രവാദക്കളത്തിന് മുൻപിലായി യുവതിയെ നിർത്തി. തൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് യാതൊരുവിധ ബോധ്യവുമില്ലാത്ത അവസ്ഥയിലാണ് അവൾ. അവിടെ കിണ്ടിയിൽ എടുത്തു വെച്ചിരുന്ന തീർത്ഥം സുബക എന്തോ മന്ത്രം ജപിച്ചുകൊണ്ട് അവളുടെ മൂർധാവിൽ ഒഴിച്ചു. കാളിദുർഗൻ ഹോമകുണ്ടത്തിലേക്ക് ഭസ്മം വാരി എറിഞ്ഞു. എല്ലാവരും ഒരേപോലെ മണികൾ മുഴക്കി പൂജ ചെയ്യാൻ തുടങ്ങി. ചന്ദ്രഹാസൻ ഒരു കത്തി എടുത്തുകൊണ്ടുവന്ന് യുവതിയുടെ ഇടങ്കയിലെ ചെറുവിരൽ മുറച്ചു. അവിടെ നിന്നും വരുന്ന രക്തം സുബക ഒരു ചിത്രകൂടത്തിൽ ശേഖരിച്ചു. എന്നിട്ട് ഹോമകുണ്ടത്തിന് മുന്നിലായി വച്ചു. പൂജയുടെ മന്ത്രശക്തിയിൽ യുവതി ഇതൊന്നും അറിഞ്ഞിട്ടില്ല.
കാളിയൂർ ചാത്തന്റെ വിഗ്രഹത്തിന് മുന്നിലായി യുവതിയെ മുട്ടിന്മേൽ നിർത്തി ചന്ദ്രഹാസൻ അവളുടെ കഴുത്തറുത്തു. അവളുടെ രക്തം ചാത്തന്റെ പാദങ്ങളിലേക്ക് ചീറ്റി. ചലനമറ്റ് വീണ് അവളുടെ മൂർധാവിൽ നിന്നും മുടി മുറിച്ചെടുത്ത് ചന്ദ്രഹാസൻ കാളിദുർഗന് നൽകി. ഈ സമയം കാളിദാസൻ യുവതിയെ ഒരു പീഠത്തിൽ കിടത്തി പച്ചമരുന്നുകൾ അവളുടെ ശരീരത്തിൽ തേച്ചു പിടിപ്പിച്ചു. ശേഷം ഒരു വെളുത്ത തുണി കൊണ്ട് മൂടി. അർദ്ധനഗ്നമായ അവളുടെ ശരീരം നിലവറയുടെ 4 ചുവരുകളിൽ സ്ഥായിയായി സ്ഥാപിച്ചിട്ടുള്ള പ്രത്യേകതരം മരത്തടിയിൽ നിർമ്മിതമായ ഒരു ശവകുടീരത്തിലേക്ക് അടക്കം ചെയ്തു. അത്തരത്തിൽ 27 ശവകുടീരങ്ങൾ ആ നിലവറയ്ക്കുള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. കാളിദുർഗൻ ഒരു ആണി കയ്യിലെടുത്ത് ആവാഹന മന്ത്രം ചൊല്ലിക്കൊണ്ട് മുടി ആണിയിൽ ചുറ്റിയ ശേഷം ഒരു പാവയിലേക്ക് തറച്ചു. ശേഷം ആ പാവ ആണിയോടുകൂടി അവളെ അടക്കം ചെയ്ത പെട്ടിയിൽ തറച്ചു. പെട്ടിക്ക് മുകളിലായി ആ യുവതിയുടെ നക്ഷത്രം എഴുതിയിട്ടുണ്ട്, ആയില്യം. ചാത്തൻമേട്ടിലെ മറ്റൊരു പ്രഭാതം. മനയുടെ അകത്തെ മുറിയിൽ കവടി നിരത്തിയിരിക്കുകയാണ് കാളിദുർഗൻ. ഒപ്പം ശിഷ്യന്മാരും ഓരുമുണ്ട്. മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ നടത്തിയതിനു ശേഷം കാളിദുർഗൻ പറഞ്ഞു, നാം പൂജയുടെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. 26 നക്ഷത്രങ്ങളിൽ പിറന്ന കന്യകമാരെയും പിന്നെ കാർത്തിക നാളിൽ പിറന്ന ആ ഗർഭിണിയെയും കാളിയൂർ ചാത്തന് ബലി നൽകി. അവരുടെ ഇടം കൈയിലെ ചെറുവിരൽ മുറിച്ചെടുത്ത് അതിൽ നിന്നും വരുന്ന രക്തം ശേഖരിച്ച് അതിൽ ത്രിപഞ്ചര പൊടിയുടെ വേര് ഇടിച്ചു പിഴിഞ്ഞ് 3 തുള്ളി ചേർത്ത് 7 വർണ്ണങ്ങളിൽ ചാലിച്ചെടുത്ത് 14 ദിവസം സൂര്യപ്രകാശം കാണിക്കാതെ അല്ലിയാമ്പലിലയിൽ വെച്ച് ചന്ദ്രബിംബം കാണിച്ച് സപ്തപൗർണമി നാളിൽ ചുവന്ന പുഷ്പങ്ങളാൽ അർച്ചന നടത്തി താളിയോല ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ട മന്ത്രവിധി പ്രകാരം പൂജിച്ചെടുക്കുന്ന അത്യപൂർവ മഷിക്കൂട്ട് ആയുഷ്. 40 സംവത്സരങ്ങളിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മകരമാസത്തിലെ അതിശ്രേഷ്ഠമായ അമാവാസ്യ നാളിൽ രാത്രിയുടെ 3-ാം യാമത്തിൽ കുളി കഴിഞ്ഞ് ഈറനോടെ വരുന്ന കന്യക എള്ളും പാലും ചേർത്തരച്ചെടുക്കുന്ന രക്തചന്ദനത്തിൽ ആയുഷം ചേർത്ത് കാളിയൂർ ചാത്തനെ പുളകം ചാർത്തി യഥാവിധി പ്രകാരം കാളികൽപ്പ പൂജ നടത്തിയാൽ സകല ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും അമരത്വവും വന്നു ചേരും. ആയുഷിലേക്കുള്ള ദൂരം ഇനി ഒരേ ഒരു ബലി. കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന ഒരു ഗർഭിണി. പെട്ടെന്ന് സുഭഗ പറഞ്ഞു, പക്ഷെ അമ്മാവ, ഞാൻ എത്ര അന്വേഷിച്ചിട്ടും കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന ഒരു ഗർഭിണിയെ മാത്രം ഇതുവരെ കണ്ടെത്താനായില്ല. കൺമുമ്പിലുണ്ടായിട്ടും കണ്ടെത്താനായില്ലെന്നോ? കാളിദാസൻ നിസ്സാരഭാവത്തിൽ ചോദിച്ചു. ആര്? ചന്ദ്രഹാസൻ തിരക്കി. കാളിദാസൻ എല്ലാവരെയും ഒന്ന് നോക്കിയ ശേഷം പറഞ്ഞു, സുരഭി, ശിവേട്ടന്റെ ഭാര്യ. സുഭഗ പെട്ടെന്ന് ഞെട്ടി. അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട്, ദാസേട്ടാ. ദാസൻ പറഞ്ഞു, എന്തേ കൈ വിറയ്ക്കുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ ബലി കഴിക്കപ്പെട്ട സ്ത്രീകളാരും അനാഥരായിരുന്നില്ലല്ലോ. അതിന് ഏട്ടന്റെ ഭാര്യയാണോ? ചന്ദ്രഹാസൻ ചോദിച്ചു. താഴ്ജാതിയിൽപ്പെട്ട സ്ത്രീയെ വിവാഹം ചെയ്ത് കുടുംബം ഉപേക്ഷിച്ചു പോയ ആളല്ലേ ഏട്ടൻ? ദാസൻ പറഞ്ഞു. പെട്ടെന്ന് കാളിദുർഗൻ പറഞ്ഞു, വേണ്ട, ഇനി ഇതിനെ ചൊല്ലി ഒരു തർക്കം വേണ്ട. പൂജയാണ് വലുത്. അവിടെ സ്വന്തം ബന്ധങ്ങൾക്ക് യാതൊരുവിധ സ്ഥാനവുമില്ല. കാളിദുർഗന്റെ വാക്കുകൾ കേട്ട് സുഭഗയും ചന്ദ്രഹാസനും വീണ്ടും ഞെട്ടി. കാളിദുർഗൻ തുടർന്നു, അടുത്ത പൂജ വൃശ്ചികത്തിലാണ്. സുഭഗ അതിനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്തോളൂ. വിശ്വം പറഞ്ഞ കഥ കേട്ട് ഉമ്മറപ്പടിയിൽ അത്ഭുതത്തോടെ ഇരിക്കുകയാണ് ആദിനാഥ്. അയാൾ ചോദിച്ചു, എന്നിട്ട് പൂജ നടന്നോ വിശ്വട്ടാ? ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം വിശ്വം പറഞ്ഞു, സുരഭിയെ അവർ ബലി കൊടുത്തു, പക്ഷേ പൂജ മുടങ്ങി. എങ്ങനെ? ആദിനാഥ് തിരക്കി. വിശ്വം തുടർന്നു, തൻ്റെ ഭാര്യയെ കാണാത്തതിൽ സംശയം തോന്നിയ ശിവദാസൻ അവരെ അന്വേഷിച്ച് മനയുടെ നിലവറയിലെത്തി. അവിടെ അയാൾ കണ്ടത് മരിച്ചു കിടക്കുന്ന തൻ്റെ ഭാര്യയാണ്. കലി അടക്കാൻ കഴിയാതെ അയാൾ മശിക്കൂട്ട് തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഭരണിയും ചാത്തൻ്റെ വിഗ്രഹവും അടിച്ചു തകർത്തു. തുടർന്നുണ്ടായ സംഘട്ടനത്തിൽ അവർ എല്ലാവരും ചേർന്ന് ആ പാവത്തിനെ കൊന്നു. അത് കണ്ടു നിന്ന അയാളുടെ മകൻ പേടിച്ചോടി യക്ഷിപ്പുഴയിൽ ചാടി മരിച്ചു. ശവം പോലും കണ്ടുകിട്ടിയിട്ടില്ല. ഇതൊക്കെ കേട്ട് അമ്പരന്നിരിക്കുകയാണ് ആദിനാഥ്. അയാളെ ഒന്ന് നോക്കി ഉമ്മറപ്പടിയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് വിശ്വം പറഞ്ഞു, ഇതൊക്കെ ചാത്തമ്മേട്ടുകാർ പറഞ്ഞു കേട്ട കഥകളാണ് കേട്ടോ. അപ്പോൾ വിശ്വട്ടൻ ഈ നാട്ടുകാരനല്ലേ? ആദിനാഥ് ചോദിച്ചു. ഏയ്, ഇതൊക്കെ കഴിഞ്ഞ് 10-15 കൊല്ലം കഴിഞ്ഞാണ് ഞാൻ ഈ ചാത്തൻമേട്ടിലെത്തുന്നത്. നമ്മുടെ മനവക സ്കൂളിലെ ശിപായിയായിട്ട്, വിശ്വം പറഞ്ഞു. ആ, അപ്പോൾ പണ്ടെങ്ങോ ഇവിടെ കുറച്ച് നരബലികളും നടന്നിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഇവിടെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് സാരം? ആദിനാഥ് ചോദിച്ചു. ആ, ഒരു 10-15 വർഷം മുമ്പ് ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നാൽ വിശ്വൻ പറഞ്ഞു നിർത്തി. എന്താ വിശ്വേട്ടൻ പറഞ്ഞു നിർത്തി കളഞ്ഞത്? പിന്നീട് ഇവിടെ എന്താ സംഭവിച്ചത്? ആദിനാഥ് ചോദിച്ചു. 1973 ചാത്തമ്മേട്. സുന്ദരമായൊരു പ്രഭാതം. ചന്ദ്രഹാസന്റെ മകൾ സാവിത്രിയുടെ വിവാഹം സ്വപ്നം കണ്ട് കിടക്കുകയായിരുന്നു സുഭഗ. വിവാഹസാരിയിൽ അതിസുന്ദരിയായിരുന്നു സാവിത്രി. താലി കെട്ടുന്ന ആളുടെ മുഖം വ്യക്തമല്ല. അയാളുടെ കയ്യിൽ ഒരു മയിൽപീലിയും അതിൻ്റെ ചുവട്ടിലായി ഒരമ്മ കുഞ്ഞിനെ തോളിൽ എടുത്തിരിക്കുന്നൊരു ചിത്രവും പച്ച കുത്തിയിട്ടുണ്ട്. സ്വപ്നം കണ്ട് ഉറക്കത്തിൽ ചിരിക്കുന്ന സുഭഗയെ ഒരു പെൺകുട്ടി തട്ടി വിളിച്ചു. ചന്ദ്രഹാസന്റെ മകൾ സാവിത്രിയായിരുന്നു അത്. സുഭഗ ഉറക്കമുണർന്നു.
സാവിത്രി ഒരു ചെറു ചിരിയോടെ ചോദിച്ചു, എന്താ? സ്വപ്നം കാണുകയായിരുന്നു അമ്മായി. ഇന്നും അതേ സ്വപ്നം തന്നെയായിരുന്നോ? സുഭഗ ചിരിച്ചുകൊണ്ട് പതിയെ എഴുന്നേറ്റു. വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സുഭഗയല്ല അവൾ. ആകെ മാറിപ്പോയിരിക്കുന്നു. അവരുടെ ഇടങ്കാലിനിപ്പോൾ അല്പം സ്വാധീനക്കുറവുണ്ട്. അതെ, ഇന്നും അതേ സ്വപ്നം തന്നെ. എൻ്റെ സാവിത്രിക്കുട്ടിയുടെ കല്യാണം. പക്ഷെ ഇന്നും കയ്യിൽ പച്ച കുത്തിയ ആ രാജകുമാരൻ്റെ മുഖം കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് സുഭഗ തൻ്റെ മുറിയിൽ വരച്ചു വച്ചിരുന്ന ഒരു ചിത്രത്തിലേക്ക് നോക്കി. ചിത്രത്തിൽ സാവിത്രിയും അവളുടെ കഴുത്തിൽ താലി ചാർത്തുന്ന പച്ച കുത്തിയ കൈകളും കാണാം. പെട്ടെന്ന് ഉമ്മറത്ത് നിന്നും കാളിദാസന്റെ ശബ്ദം ഉയർന്നു കേട്ട് സുഭഗയും സാവിത്രിയും അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചു. ഉമ്മറത്ത് കാളിദാസനെ കൂടാതെ കാളി, ദുർഗനും ചന്ദ്രഹാസനും പിന്നെ ഒരു ബ്രോക്കറുമുണ്ട്. ബ്രോക്കറോട് വളരെ ചൂടായി സംസാരിക്കുകയാണ് കാളിദാസൻ. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? ഈ കല്യാണം മുടങ്ങിയെന്നോ? അത് പിന്നെ ചാത്തമേട്ടുകാരുടെ നാക്കല്ലേ, ഉള്ളതും ഇല്ലാത്തതുമൊക്കെ പറഞ്ഞു പിടിപ്പിച്ചു കാണും, ബ്രോക്കർ പറഞ്ഞു. അത് കേട്ട് കാളിദാസന് ഒന്നുകൂടി ദേഷ്യം വന്നു. അതിന് മാത്രം എന്താണോ ഇവിടെ ഉള്ളത്? അല്ലെങ്കിൽ തന്നെ കാളിയൂട്ടുമനയിലെ കുട്ടിയുടെ കല്യാണം മുടക്കാൻ മാത്രം ധൈര്യം ഇവിടെ ആർക്കാടോ ഉള്ളത്? എന്നിട്ട് അയാൾ കാളി ദുർഗനോട് പറഞ്ഞു, ഇത് അതൊന്നുമല്ല, ആ ഇരുവലങ്കാടില്ലത്തെ ചെറ്റകളുടെ നാറിയ കളിയാ. ആ, നീയൊന്ന് അടങ്ങ് ദാസ. കാളിദുർഗൻ ദാസനെ സമാധാനിപ്പിച്ചു. ഇതൊക്കെ കേട്ട് വിഷമിച്ചിരിക്കുകയാണ് ചന്ദ്രഹാസൻ. ഇതേ സമയം സുഭഗയുടെ മുറിയിൽ മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് സാവിത്രിയും സുഭഗയും. ഈ ഇരുവലങ്കാടില്ലത്തുകാരെന്താ അമ്മായി നമ്മളോട് ഇത്ര ദേഷ്യം? സാവിത്രി ചോദിച്ചു. സുഭഗ പറഞ്ഞു, നമ്മുടെ പൂജാമുറിയിലിരിക്കുന്ന താളിയോല ഗ്രന്ഥങ്ങളില്ലേ, അത് നമ്മുടെ പൂർവികർ ഇരുവലങ്കാടില്ലത്ത് നിന്നും ചതിയിൽ കൈക്കലാക്കിയതാണെന്നാണ് അവരുടെ വാദം. ഉള്ളതാണോ അമ്മായി? സാവിത്രി തിരക്കി. എനിക്കറിയില്ല എൻ്റെ കുട്ടിയെ, അതൊക്കെ പണ്ടെപ്പോഴും നടന്ന കാര്യങ്ങളല്ലേ. എൻ്റെ സാവിത്രിക്കുട്ടി ഇതൊന്നും ഗൗനിക്കണ്ട. സാവിത്രിക്കുട്ടിയുടെ രാജകുമാരനെ ഈ അമ്മായി കണ്ടുപിടിച്ചു തരും. സുഭഗ സാവിത്രിയെ തലോടിക്കൊണ്ട് പറഞ്ഞു. അതിനെനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട. എൻ്റെ അമ്മായിനെയും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി, സാവിത്രി പറഞ്ഞു. നാട്ടിലെ വഴിയോരത്തിൽ ഒരു വളവിലായി സ്ഥിതി ചെയ്യുന്ന മാവിൻ ചുവട്ടിൽ നിന്നും മാമ്പഴത്തിന് കല്ലെറിയുകയാണ് സാവിത്രിയും കൂട്ടുകാരികളായ സുമയ്യയും കലയും. അപ്പോൾ അമ്മായി ഇന്നും അതേ സ്വപ്നം കണ്ടുവെന്നാണോ? സുമയ്യ ചോദിച്ചു. അതെ, പക്ഷെ ഇന്നും പച്ച കുത്തിയ കൈകൾ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ചിരിച്ചു. കുറേ നേരമായല്ലോ എൻ്റെ കലേ, നീ ആ കല്ലിങ് തന്നേ എന്ന് പറഞ്ഞ് സാവിത്രി കലയുടെ കയ്യിൽ നിന്നും കല്ല് വാങ്ങി മാമ്പഴത്തിനെറിഞ്ഞു. എരി കൊണ്ട് മാമ്പഴം വീണത് ആ വഴിയിലൂടെ വന്ന സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ്റെ മുൻപിലും. മനവക സ്കൂളിൽ പുതുതായി എത്തിയ മാഷായിരുന്നു അത്. പേര് ദേവൻ. അയാൾ മാമ്പഴം എടുത്തുകൊണ്ട് നിവർന്നു നോക്കിയത് മുമ്പിൽ 3 പെൺകുട്ടികൾ. അതെ, അത് ഞങ്ങൾ എറിഞ്ഞിട്ട മാങ്ങയാണ്, സുമയ്യ പറഞ്ഞു. ഓ, അതിനെന്താ, ഇത് നിങ്ങൾ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേവൻ മാമ്പഴം അവർക്ക് നേരെ വെച്ച് നീട്ടി. വാങ്ങിച്ചോ വാങ്ങിച്ചോ എന്ന് കാതിൽ അടക്കം പറഞ്ഞുകൊണ്ട് കല സാവിത്രിയുടെ തോളിൽ തട്ടി. ദേവന്റെയും സാവിത്രിയുടെയും കണ്ണുകൾ തമ്മിലൊടുക്കി. ഒരല്പം ലജ്ജയോടെ അവൾ ആ മാമ്പഴം വാങ്ങാൻ കൈകൾ നീട്ടി. അപ്പോഴാണ് അവൾ ആ കാര്യം ശ്രദ്ധിച്ചത്. തൻ്റെ അമ്മായി സുഭഗ വരച്ച ചിത്രത്തിലെ അതേ മയിൽപീലി അയാളുടെ കയ്യിൽ പച്ച കുത്തിയിരിക്കുന്നു. അത് കണ്ടവൾ ഒരു ചെറിയ അമ്പരപ്പോടെ പരിസരം മറന്ന് നിന്നുപോയി. ഹലോ മാഷേ, എന്താ ഇത് വാങ്ങുന്നില്ലേ? ചിരിച്ചുകൊണ്ട് ദേവൻ ചോദിച്ചു. സാവിത്രി അയാളുടെ കയ്യിൽ നിന്നും മാമ്പഴം വാങ്ങിച്ചു. പക്ഷെ അപ്പോഴും അവളൊരു സ്വപ്നത്തിലെന്ന വണ്ണം നിൽക്കുകയായിരുന്നു. അവളുടെ ആ നിൽപ്പ് കണ്ടിട്ടാവണം അയാൾ അവളെ തന്നെ തിരിഞ്ഞു നോക്കി നടന്നകന്നു. ചാത്തന്മേട് UP സ്കൂളിലേക്കുള്ള വഴിയിലൂടെ കയ്യിൽ ബുക്കും ചോറ്റുപാത്രവുമായി നടന്നു വരുന്ന ഒരു വിദ്യാർത്ഥി. പേര് ജോസ് കുഞ്ഞ്. കാഴ്ചയിൽ ഒരു 10 വയസ്സ് പ്രായം തോന്നിക്കും. സംസാരിക്കുമ്പോൾ ഒരല്പം വിക്കുണ്ട്. അവൻ സ്കൂളിൻ്റെ സമീപം സ്ഥിതി ചെയ്യുന്ന ത്രേസ്യ ചേട്ടത്തിയുടെ പെട്ടിക്കട ലക്ഷ്യമാക്കി നടന്നു. കടയ്ക്കുള്ളിൽ ഒരു കസാരയിൽ ഇരിക്കുകയാണ് ചേട്ടത്തി. കാഴ്ചയിൽ ഒരു 75 വയസ്സ് പ്രായം തോന്നിക്കും. അവരുടെ കാഴ്ചയ്ക്കും ഒരല്പം പ്രശ്നമുണ്ട്. ചട്ടയും മുണ്ടുമാണ് വേഷം. ത്രേസ്യ ചേട്ടത്തിയെ നമ്മുടെ കുറുമ്പിയെ എവിടെയെങ്ങാനും കണ്ടായിരുന്നോ? ജോസ് കുഞ്ഞ് തിരക്കി. ആരടാ, ജോസ് കുഞ്ഞാണോ? ത്രേസ്യ ചേട്ടത്തി ചോദിച്ചു. ആ അതെ, ജോസ് കുഞ്ഞ് മറുപടി നൽകി. ആ അതാ പിന്നാമ്പുറത്തെങ്ങാനും ഉണ്ടാവും, ത്രേസ്യ ചേട്ടത്തി പറഞ്ഞു. ജോസ് കുഞ്ഞ് നടന്ന കടയുടെ പിന്നാമ്പുറത്തെത്തി. അവിടെ ഉണ്ടായിരുന്ന ഒരു പഴകിയ പാത്രത്തിലേക്ക് അവൻ ചോറ്റുപാത്രത്തിൽ കൊണ്ടുവന്ന ഭക്ഷണം ഇട്ടുകൊടുത്തുകൊണ്ട് വിളിച്ചു, കുറുമ്പി. അപ്പോഴേക്കും അവിടേക്ക് ഒരു കറുത്ത പട്ടിയും അതിൻ്റെ കുഞ്ഞും ഓടി വന്നു. അത് പാത്രത്തിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ജോസ് കുഞ്ഞ് അതിൻ്റെ തലയിൽ തലോടി അതിനെ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു, മുഴുവനും നീ ഒറ്റയ്ക്ക് കഴിക്കരുത് കേട്ടോ, കുറച്ച് നിന്റെ കുട്ടിക്ക് കൂടെ കൊടുക്കണേ. എന്നിട്ട് അവൻ സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ ഹെഡ്മാസ്റ്ററുടെ മുറിയിൽ രജിസ്റ്ററിൽ ഒപ്പിടുകയാണ് ദേവൻ മാഷ്. ദേവൻ മാഷിൻ്റെ നാട് എവിടാന്നാ പറഞ്ഞേ? ഹെഡ്മാസ്റ്റർ തിരക്കി. കുറച്ച് ദൂരെയാണ്, തമ്പകച്ചോട്, ദേവൻ മാഷ് മറുപടി നൽകി. ആഹാ, തമ്പകച്ചോടുകാരനാണോ? എൻ്റെ അമ്മാവൻ്റെ ഒരു മോൻ വിവാഹം ചെയ്തിരിക്കുന്നത് അവിടെന്നാ. മാട്ടെ, മാഷിൻ്റെ താമസമൊക്കെ എങ്ങനെയാ? ഹെഡ്മാസ്റ്റർ ചോദിച്ചു.
ഇനി വേണം എവിടെയെങ്കിലും ഒന്ന് തിരപ്പെടുത്താൻ, ദേവൻ മാഷ് പറഞ്ഞു. ഓ അത് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഹെഡ് മാസ്റ്റർ തൻ്റെ മേശപ്പുറത്തുണ്ടായിരുന്ന ബെല്ലമർത്തിയതും അവിടേക്ക് വിശ്വം വന്നു. ആ വിശ്വ, ഇത് നമ്മുടെ പുതിയ മലയാളം മാഷാണ്, പേര് ദേവൻ. ഹെഡ് മാസ്റ്റർ ദേവനെ വിശ്വന് പരിചയപ്പെടുത്തി. ഇത് വിശ്വൻ, നമ്മുടെ പ്യൂണാണ്. ആ വിശ്വ, ദേവൻ മാഷിക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യമൊന്നും തിരപ്പെട്ട് കിട്ടിയിട്ടില്ല. താൻ അതൊക്കെ ഒന്ന് ശരിപ്പെടുത്തി കൊടുക്കണം. അതിനെന്താ മാഷേ, നമുക്ക് ശരിയാക്കാലോ, വിശ്വം പറഞ്ഞു. സ്കൂളിൻ്റെ വരാന്തയിലൂടെ ദേവൻ മാഷും വിശ്വനും കുശലം പറഞ്ഞ് നടന്നു വരികയാണ്. മാഷിൻ്റെ നാട് എവിടെയാണ്, വിശ്വൻ ചോദിച്ചു. തമ്പകച്ചോട്, ദേവൻ മറുപടി നൽകി. ആഹാ, ഞാൻ ചന്ദനക്കാവുകാരനാണ്. മാഷിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വിശ്വൻ്റെ ആ ചോദ്യം കേട്ടതും ദേവൻ മാഷിൻ്റെ മുഖം മ്ലാനമായി. ഒരല്പനേരത്തെ മൗനത്തിന് ശേഷം ദേവൻ മറുപടി പറഞ്ഞു. അങ്ങനെ പറയത്തക്ക ബന്ധുക്കളാരുമില്ല. ഞാൻ വളർന്നതൊക്കെ ഒരു അനാഥാലയത്തിലാണ്. അത് കേട്ടതും വിശ്വം പറഞ്ഞു. അയ്യോ ക്ഷമിക്കണം മാഷേ, ഞാൻ അറിയാതെ ചോദിച്ചതാണ്. ഇതിലിത്ര ക്ഷമ ചോദിക്കാൻ മാത്രം എന്തിരിക്കുന്നു, ചിരിച്ചുകൊണ്ട് ദേവൻ മറുപടി പറഞ്ഞു. ആ മാഷേ, മാഷിനൊരു പ്യൂണിൻ്റെ ഒപ്പം താമസിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ എൻ്റെ ഒപ്പം താമസിക്കാൻ കേട്ടോ. വിശ്വൻ തൻ്റെ ഒപ്പം താമസിക്കാൻ ദേവൻ മാഷിനെ ക്ഷണിച്ചു. എനിക്കെന്ത് ബുദ്ധിമുട്ട്? വിശ്വൻ്റെ ആ ക്ഷണം സന്തോഷപൂർവ്വം ദേവൻ സ്വീകരിച്ചു. പിറ്റേന്ന് രാവിലെ ചാത്തന്മേട് ദേവീക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് സുഭഗയും സാവിത്രിയും. ഈ സമയം അമ്പലത്തിൽ ചുറ്റും പ്രദക്ഷിണം വയ്ക്കുവാനായി സാവിത്രി അവിടെ നിന്ന് നടന്നു വന്നു. പെട്ടെന്ന് തൊഴുതുകൊണ്ട് നിന്ന് സുഭഗയ്ക്ക് പിന്നിലെ ദേവൻ മാഷും വിശ്വനും വന്നു നിന്നു. പൂജ കഴിഞ്ഞ് ശ്രീകോവിലിൽ നിന്നും പുറത്തേക്ക് വന്ന പൂജാരി പ്രസാദം എല്ലാവർക്കും നൽകുവാൻ തുടങ്ങി. ദേവൻ മാഷും കൈനീട്ടി പ്രസാദം വാങ്ങി. അപ്പോഴാണ് സുഭഗ മാഷിൻ്റെ കയ്യിലെ മയിൽപീലി പച്ചകുത്തിയത് ശ്രദ്ധിക്കുന്നത്. അവർ അത്ഭുതത്തോടെ ദേവൻ മാഷിനെ ഒന്ന് നോക്കി. പ്രസാദം വാങ്ങി ദേവൻ മാഷും വിശ്വനും അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. അപ്പോൾ പുറകിൽ നിന്നും സുഭഗയുടെ വിളിയെത്തി. വിശ്വ, എന്താ തമ്പുരാട്ടി? തിരിഞ്ഞു നോക്കിക്കൊണ്ട് വിശ്വൻ ചോദിച്ചു. ആരാ വിശ്വ ഇത്? ദേവൻ മാഷിനെ നോക്കിക്കൊണ്ട് സുഭഗ ചോദിച്ചു. ഇതിനു മുമ്പ് ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. ആ തമ്പുരാട്ടി, ഇത് നമ്മുടെ സ്കൂളിൽ പുതുതായി വന്ന മാഷാണ്, വിശ്വം പറഞ്ഞു. ആഹാ, എന്താ ഇയാളുടെ പേര്? സുഭഗ ദേവൻ മാഷിനോട് ചോദിച്ചു. ദേവൻ. എവിടെയാ താമസമൊക്കെ? ഇവിടെ വിശ്വൻ്റെ ഒപ്പമാണ്, ദേവൻ മറുപടി നൽകി. കൊള്ളാം, അതേതായാലും നന്നായി. പിന്നെ വിശ്വ, താൻ തിരക്കൊക്കെ കഴിയുമ്പോൾ ഇല്ലത്തേക്കൊന്ന് ഇറങ്ങൂ, അല്പം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് സുഭഗ അവിടെ നിന്ന് നടന്നു. അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി വീട്ടിലേക്ക് നടക്കും വഴി ദേവൻ മാഷ് വിശ്വനോട് ചോദിച്ചു. ആരാ വിശ്വ അത്? മാഷിക്ക് അറിയില്ല അവരെ? നമ്മുടെ സ്കൂൾ അധികാരി ചന്ദ്രഹാസൻ തമ്പുരാനില്ലേ? ആ തമ്പുരാൻ്റെ സഹോദരിയാണ് സുഭഗ തമ്പുരാട്ടി. അല്ല, മാഷ് ഇതുവരെ ഇല്ലത്ത് പോയി അവരെയൊന്നും കണ്ടില്ലേ? ഞാൻ പോയിരുന്നു, പക്ഷെ അന്ന് ഈ തമ്പുരാട്ടി അവിടെ കണ്ടില്ല. വിശ്വനും ദേവൻ മാഷും ഓരോ കുശലങ്ങൾ പറഞ്ഞുകൊണ്ട് വഴിയരികിലുള്ള ദേവസ്യച്ചേട്ടൻ്റെ ചായക്കടയിലേക്ക് എത്തി. ഈ സമയം അവിടെ ചായ കുടിച്ചുകൊണ്ടിരുന്ന ഒരാൾ വായിച്ചുകൊണ്ടിരുന്ന പത്രം മടക്കി ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് എഴുന്നേറ്റ് വന്ന് ചായയുടെ കാശ് കൊടുത്തു. ഹരിദാസ് എന്നാണ് അയാളുടെ പേര്. ചേട്ടാ ചായയുടെ കാശ്, ഹരിദാസ് പറഞ്ഞു. കാശ് വാങ്ങിച്ചുകൊണ്ട് കടക്കാരൻ, എന്തായി സാറിൻ്റെ കഥ എഴുത്തൊക്കെ? എഴുത്ത് നടക്കുന്നു. നായകൻ നമ്മുടെ പ്രേം നസീർ തന്നെ ആയിരിക്കുമല്ലേ? കടക്കാരൻ ആകാംക്ഷയോടെ ചോദിച്ചു. പോട്ടെ, കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞ് ഒന്ന് ചിരിച്ചുകൊണ്ട് അയാൾ പുറത്തേക്കിറങ്ങി. ഹരിദാസ് നടന്നു പോകുന്നത് നോക്കി വിശ്വൻ കടക്കാരനോട് ചോദിച്ചു. ആരാ ദേവസ്യ ചേട്ടാ അത്? അത് നമ്മുടെ നാട്ടിൽ ശ്രീധരൻ വൈദ്യരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളാ, പേര് ഹരിദാസ്. സിനിമയിലും മറ്റും കഥ എഴുതുന്ന പണിയാ പുള്ളിക്ക്. ആളെ പോയി കണ്ടാൽ സിനിമയിൽ നമുക്ക് വല്ല ചാൻസും കിട്ടുമോ? ഒന്ന് ചിരിച്ചുകൊണ്ട് വിശ്വം പറഞ്ഞു. ചായ നീട്ടിയടിച്ചുകൊണ്ട് കടക്കാരൻ, കിട്ടും. പച്ച വിരിച്ചു കിടക്കുന്ന ഒരു നെൽപ്പാടം. ആ പാടവരമ്പിലൂടെ സൈക്കിളിൻ്റെ ടയർ ഉരുട്ടി കളിച്ചുകൊണ്ട് വരികയാണ് ജോസ് കുഞ്ഞും അവൻ്റെ ഒരു കൂട്ടുകാരനും. അവർക്കെതിരെ ചന്ദ്രഹാസനും കൂടെ ഏതാനും ചില ആളുകളും വരുന്നുണ്ടായിരുന്നു. അവർ വരുന്നത് കണ്ടപ്പോൾ ജോസ് കുഞ്ഞും അവൻ്റെ കൂട്ടുകാരനും വരമ്പിലേക്ക് ഒതുങ്ങി നിന്നു. എന്തുണ്ട് ജോസ് കുഞ്ഞെ, നിന്നെപ്പോൾ ആ വഴിക്കൊന്നും കാണാനില്ലല്ലോ, ചന്ദ്രഹാസൻ ചോദിച്ചു. ജോസ് കുഞ്ഞൊരു ചളിപ്പോടെ ചിരിച്ചു. സാവിത്രി ചേച്ചി ഇല്ലത്തുണ്ട് എന്ന് പറഞ്ഞ് ചന്ദ്രഹാസൻ നടന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൻ ജോസ് കുഞ്ഞിനോട് ചോദിച്ചു. നിനക്ക് ഇവരായിട്ട് ചങ്ങാത്തമുണ്ടോ? ഉണ്ടല്ലോ, അതിനെന്താ? ചാത്തനും യക്ഷിയും ഒക്കെ ആയിട്ട് കൂട്ടുള്ളവരാ. വേഷം മാറി വന്ന് നമ്മുടെ ചോര കുടിക്കുമത്രേ. നിന്നോടിതൊക്കെ ആരാ പറഞ്ഞേ? എൻ്റെ അപ്പൂപ്പൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാ. അപ്പൂപ്പൻ്റെ അടുത്ത് വേഷം മാറി വന്നിട്ടുണ്ടത്രേ. പെട്ടെന്ന് മനസ്സിലെന്തോ കുറുമ്പ് ആലോചിച്ചുകൊണ്ട് ജോസ് കുഞ്ഞു പറഞ്ഞു. ശരിയാടാ, ഞാനും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇവരുടെ ചാത്തന്മാർ നമ്മുടെ കൂട്ടുകാരുടെ വേഷത്തിൽ അടുത്ത് വരും. എന്നിട്ട് ആരുമില്ലാത്ത സ്ഥലമെത്തുമ്പോൾ നമ്മുടെ ചോര ഊറ്റി കുടിക്കും. എന്നിട്ട് നമ്മളെ കൊന്ന വല്ല കണ്ടത്തിലോ കായലിലോ കൊണ്ടിടും. എൻ്റെ കൃഷ്ണ, കൂട്ടുകാരൻ വല്ലാണ്ട് പേടിച്ചു. എങ്കിൽ ശരിയടാ, ഞാൻ വീട്ടിൽ പോകുക എന്ന് പറഞ്ഞ് ജോസ് കുഞ്ഞും ശരം വിട്ടതുപോലെ വീട്ടിലേക്ക് ഓടി. ഈ കഥയൊക്കെ കേട്ട് പേടിച്ച് കൂട്ടുകാരൻ മുന്നോട്ട് നടന്നു. എന്നാൽ ജോസ് കുഞ്ഞാകട്ടെ ഓടി വന്ന് വീട്ടിൽ കയറി. മുറിയിൽ അവനിട്ടിരുന്ന ഷർട്ട് ഊരിയിട്ട് കട്ടിലിൽ കിടന്ന മറ്റൊരു ഷർട്ട് എടുത്തിട്ടു.
എന്നിട്ട് അവൻ മേശപ്പുറത്തിരുന്ന ഒരു സഞ്ചി തുറന്നു നോക്കി അതും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി. എന്നിട്ട് അവൻ പേടിച്ചു വരുന്ന കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ഒരു ഇടവഴിയിലൂടെ എതിർദിശയിൽ സഞ്ചിയും തൂക്കി നടന്നു. വീട്ടിലേക്കെന്ന് പറഞ്ഞു പോയ ജോസ് കുഞ്ഞ് തൻ്റെ എതിരെ വരുന്നത് കണ്ടതും ഒരു അമ്പരപ്പോടെ കൂട്ടുകാരൻ അവിടെ നിന്ന് പോയി. എടാ ജോസ് കുഞ്ഞേ, നീ ഇതെവിടെ പോയി? ഞാൻ തേടാ പൊടിപ്പിക്കാൻ പോയതാ. പോടാ, നമ്മളല്ലേ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടുവന്നത്. എന്നിട്ട് നീ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? നമ്മൾ തമ്മിൽ അതിനിപ്പോഴല്ലേ കാണുന്നത്. ഞാൻ ദേ പൊടിപ്പിക്കാൻ പോയിട്ട് വരുവാ, നീ ദേ നോക്കിക്കേ എന്ന് പറഞ്ഞവൻ കയ്യിലുണ്ടായിരുന്ന സഞ്ചി തുറന്ന കൂട്ടുകാരനെ കാണിച്ചു. അതിൽ നോക്കിയതും ജോസ് കുഞ്ഞിനെ അമ്പരപ്പോടെ നോക്കിക്കൊണ്ട് കൂട്ടുകാരൻ എൻ്റെ അമ്മോ എന്ന് പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് ശരം വിട്ടതുപോലെ ഓടി. അവൻ്റെ ആ ഓട്ടം കണ്ട് രസിച്ചു നിന്ന് ചിരിക്കുകയാണ് ജോസ് കുഞ്ഞ്. പെട്ടെന്നാരോ അവൻ്റെ ചെവിയിൽ പിടിച്ചു. വിശ്വനായിരുന്നു അത്. ഒപ്പം ദേവൻ മാഷുമുണ്ട്. സംഭവിച്ച കാര്യങ്ങൾ കേട്ട് ചിരിച്ചുകൊണ്ട് വരികയാണ് ദേവൻ മാഷും വിശ്വനും ജോസ് കുഞ്ഞും. ദൈവം അറിഞ്ഞുകൊണ്ടാണ് ഇവനെ വിക്കു കൊടുത്തത്, അല്ലെങ്കിൽ ഇവൻ ലോകം തന്നെ തിരിച്ചു വെച്ചേനെ, വിശ്വം പറഞ്ഞു. അങ്ങനെ അവർ നടന്നു വരുമ്പോൾ ജോസ് കുഞ്ഞ് ഭക്ഷണം കൊടുക്കാറുള്ള കുറുമ്പി പെട്ടെന്ന് കുരച്ചുകൊണ്ട് അവരുടെ നേരെ ഓടിയെടുത്തു. എന്നിട്ടത് തിരിഞ്ഞോടി അല്പം അകലെയുള്ളൊരു കുഴിയുടെ അടുത്ത് പോയിരുന്നു കുരച്ചു. എന്നിട്ട് വീണ്ടും അവരുടെ നേരെ ഓടിയെടുത്തു. ഇത് 2-3 തവണ തുടർന്നു. വല്ല പേയും പിടിച്ചതായിരിക്കുമോ, ദേവൻ മാഷ് പറഞ്ഞു. വിശ്വം നായയെ എറിയാൻ ഒരു കല്ലെടുത്തു. പെട്ടെന്ന് ജോസ് കുഞ്ഞ് വിശ്വനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, മാഷേ എറിയല്ലേ, കുറുമ്പിയുടെ കുട്ടിയെ കാണുന്നില്ല. അപ്പോഴാണ് ദേവനും വിശ്വനും അത് ശ്രദ്ധിച്ചത്. അവർ 3 പേരും നായ ഓടിച്ചെന്ന് നിന്ന കുഴിയുടെ അടുത്തേക്ക് ചെന്നു. വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു കുഴി, അതിൽ വീണ് കിടക്കുകയായിരുന്നു നായക്കുട്ടി. അത് കണ്ടതും ജോസ് കുഞ്ഞ് ഞെട്ടി. മാഷതേ കുറുമ്പിയുടെ കുട്ടി. ദേവൻ മാഷ് അപ്പോൾ തന്നെ കുഴിയിൽ നിന്ന് നായക്കുട്ടിയെ കരക്കെത്തിച്ചു. തൻ്റെ കുട്ടിയെ കണ്ടതും കുറുമ്പി ഓടി വന്ന് കുട്ടിയെ നക്കി തുടയ്ക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനും തുടങ്ങി. അത് വാലാട്ടിക്കൊണ്ട് 3 പേരോടും കുറുമ്പി തൻ്റെ നന്ദി പ്രകടിപ്പിച്ചു. ഇത് കണ്ട് വിശ്വം പറഞ്ഞു, ഈശ്വര, ആ മിണ്ടാപ്രാണി അതിൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ നമ്മളോട് സഹായം ചോദിച്ചതാ അല്ലേ മാഷേ? അമ്മയുടെ സ്നേഹത്തിനും കരുതലിനും പകരം വയ്ക്കാൻ ഈ ഭൂമിയിൽ വേറെ എന്താണോ ഉള്ളേ? അതിപ്പോൾ മൃഗങ്ങളായാലും ശരി, മനുഷ്യരായാലും ശരി. ഏത് പ്രതിസന്ധിയിലും തളർച്ച കാണിക്കാത്ത മുഖങ്ങൾ ഞാൻ അമ്മമാരിലേ കണ്ടിട്ടുള്ളൂ. ജീവിത പ്രതിസന്ധികളിൽ തളർന്നു പോകുമ്പോൾ ചേർന്ന് നിൽക്കാനും ചേർത്ത് നിർത്താനും അമ്മയേക്കാൾ മികച്ചൊരു സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ സ്നേഹം അനുഭവിച്ചറിയാൻ ഈശ്വരൻ എനിക്ക് ഭാഗ്യം തന്നില്ല, ദേവൻ മാഷ് വിഷമത്തോടെ പറഞ്ഞു. കുറച്ചു നാളുകൾക്ക് ശേഷം സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ചാത്തൻമേട്ടിലെ വെള്ളച്ചാട്ടം നോക്കി രസിച്ചു നിൽക്കുകയാണ് സാവിത്രിയും കലയും സുമയയും. കല സാവിത്രിയോട് ചോദിച്ചു, നിന്റെ അമ്മായി സ്വപ്നം കാണാറുള്ള ആ മയിൽപ്പീലിയും ആ മാഷിന്റെ കയ്യിൽ കണ്ടതും ഒരുപോലെ ആണെന്നാണോ നീ പറയുന്നത്? അതെ, സാവിത്രി പറഞ്ഞു. അപ്പോൾ അയാളാണോ നിന്നെ കെട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞ് സുമയ്യയും കലയും സാവിത്രിയെ കളിയാക്കി ചിരിച്ചു. ചുമ്മാ ഭ്രാന്ത് പറയാതിരിക്കും എൻ്റെ സുമയ്യെ. ഇതേപോലെ കയ്യിൽ പച്ചകുത്തി എത്ര പേരുണ്ടാകും നാട്ടിൽ, അവരെയെല്ലാം കെട്ടാൻ പറ്റുമോ? സാവിത്രി പറഞ്ഞു. ആ അത് ശരിയാ എന്ന് പറഞ്ഞ് കല അവളെ കളിയാക്കി. അയ്യോ, കഥ പറഞ്ഞു നിന്ന് നേരം പോയത് അറിഞ്ഞില്ല, ഉമ്മ തിരക്കുന്നുണ്ടാകും, പോയിട്ട് പിടിപ്പത് മണിയുണ്ടേ, നമുക്ക് പോയാലോ? സുമയ്യ പറഞ്ഞു. നിങ്ങൾ നടന്നു, ഞാൻ പതിയെ വന്നോളാം, സാവിത്രി പറഞ്ഞു. പകൽക്കിനാവ് കാണാനായിരിക്കും. കല അവളെ വീണ്ടും കളിയാക്കി. ഇതെല്ലാം ആരോ മറഞ്ഞു നിന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. കലയും സുമയ്യയും വീട്ടിലേക്ക് പോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അയാൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന സാവിത്രിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പുറംതിരിഞ്ഞു നിന്നിരുന്ന അവളുടെ തോളിൽ മെല്ലെ തട്ടി. ഞെട്ടിത്തിരിഞ്ഞു നോക്കി അവൾ നെഞ്ചത്ത് കൈവച്ചു പോയി. ഹോ! പക്ഷേ ആളെ കണ്ടതും അവളുടെ മുഖത്തെ ഭയം പെട്ടെന്ന് പുഞ്ചിരിയായി മാറി. അത് ദേവൻ മാഷായിരുന്നു. എൻ്റെ ദേവേട്ട, ഞാനങ്ങോട്ട് പേടിച്ചു പോയി, സാവിത്രി പറഞ്ഞു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവൻ മാഷ പറഞ്ഞു, കോളേജിൽ നിന്നും പോകുന്നതിന് ശേഷം എത്ര നാളായടോ തന്നെ ഇങ്ങനെയൊന്ന് അടുത്ത് കണ്ടിട്ട്? എപ്പോഴെങ്കിലും ആരെങ്കിലും കൂടെ കാണും. എന്ത് ചെയ്യാനാ ദേവേട്ട, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? എന്തു പറയുന്നു തൻ്റെ അമ്മായി? കയ്യിലെ പച്ച കുത്തിയത് കാണിച്ചുകൊണ്ട് ദേവൻ മാഷ് ചോദിച്ചു. ഈ പച്ച കുത്തിയതൊക്കെ വെറുതെ ആകുമോ? അന്ന് അമ്പലത്തിൽ വെച്ച് അമ്മായി ദേവേട്ടനെ കണ്ടതല്ലേ? എന്നിട്ടും ഇതുവരെ അതിനെക്കുറിച്ച് എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല. ആ, താൻ വിഷമിക്കാതടോ, തന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ആ വിശ്വനെ വിളിച്ച് എന്നെക്കുറിച്ച് അറിയേണ്ടതെല്ലാം തൻ്റെ അമ്മായി തിരക്കിയെന്ന് അറിഞ്ഞിരിക്കുന്നു. സത്യമാണോ? സാവിത്രിക്ക് വളരെ സന്തോഷമായി. സന്തോഷിക്കാൻ വരട്ടെ. എന്നും സ്വപ്നത്തിൽ കാണാറുള്ളത് പോലെ പച്ച കുത്തിയൊരു കൈയുണ്ടെന്ന് കരുതി തൻ്റെ അനന്തരവളെ ഒരു അനാഥച്ചക്കന് കെട്ടിച്ചു തരുമോ? എന്തിനാ ദേവേട്ട എപ്പോഴും അനാഥന എന്ന് പറയുന്നേ? ദേവേട്ടന് ഞാനില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സാവിത്രി ദേവന്റെ മാറിലേക്ക് അവളുടെ തല ചായ്ച്ചു. ദേവൻ മെല്ലെ അവളുടെ ചുണ്ടിൽ ചുംബിക്കാൻ ശ്രമിച്ചു. സാവിത്രി ചിരിച്ചുകൊണ്ട് തെന്നിമാറി. അയ്യടാ, ഒരു ഇടക്കാല ആശ്വാസത്തിന് ഒരെണ്ണം തന്നിട്ട് പോമാശേ. ദേവൻ മാഷ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. അവർ രണ്ടുപേരും കണ്ണിൽ നോക്കി നിന്നു. കോളേജിൽ വെച്ച് പരിചയപ്പെട്ടതും പരസ്പരം ഇഷ്ടപ്പെട്ടതും നാട്ടിലേക്ക് വരും മുമ്പ് ദേവൻ മാഷിന് അമ്മായി വരച്ച ചിത്രം പച്ചകുത്താൻ കൊടുത്തതും അമ്പലത്തിൽ വെച്ച് ദേവൻ മാഷിനോട് സുബക സംസാരിക്കുന്നത് ഒളിച്ചു നിന്ന് നോക്കിയതുമൊക്കെ ഓർത്ത് അവർ ചിരിച്ചു.
ആരും അറിയാതെ ഒളിച്ചും പാത്തുമുള്ള അവരുടെ പ്രണയം തുടർന്നു. പക്ഷെ അവരുടെ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. എല്ലാ പ്രണയബന്ധങ്ങളും പോലെ അതും പിടിക്കപ്പെട്ടു. സാവിത്രിയുടെ കയ്യിൽ ബലമായി പിടിച്ചു വലിച്ചു കൊണ്ടുവരികയാണ് കാളിദാസൻ. ഇല്ലത്തിന്റെ മാനം കളയാനായിട്ട്. തന്തയും തള്ളയും ആരെന്നറിയാത്ത ഒരു തെണ്ടിയെ കിട്ടിയോളൂ എനിക്ക് പ്രേമിക്കാൻ. സാവിത്രി ഒരു മുറിക്കുള്ളിലേക്ക് തള്ളിയിട്ട് മുറി പുറത്തു നിന്നും പൂട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു, അവിടെ കിടക്ക്, ഇനി ഈ പടിക്ക് പുറത്തിറങ്ങി പോകരുത്. ഏട്ടനൊന്നും പറയാനില്ലേ? ചന്ദ്രഹാസനോട് അയാൾ ചോദിച്ചു. ചന്ദ്രഹാസൻ ഒന്നും മിണ്ടിയില്ല. അയാൾ വളരെ വിഷമത്തിലായിരുന്നു. സുബകയെ ഒന്ന് തുറച്ചു നോക്കിയ ശേഷം കാളിദാസൻ അവിടെ നിന്നും ദേഷ്യത്തിൽ നടന്നുപോയി. ഈ സമയം മുറിക്കുള്ളിൽ പൊട്ടിക്കരയുകയാണ് സാവിത്രി. സാവിത്രിയുടെ കിടക്കുന്ന മുറിയുടെ ജനലിൻ്റെ അടുത്തേക്ക് വന്ന് ചന്ദ്രഹാസൻ പറഞ്ഞു, എൻ്റെ മോളുടെ ഒരു ആഗ്രഹത്തിനും ഈ അച്ഛൻ എതിര് നിന്നിട്ടില്ല. പക്ഷേ ഇതെൻ്റെ മോള് മറന്നു കളഞ്ഞേക്കണം. ഈ അച്ഛൻ്റെ അപേക്ഷയാണ്. അവിടെ നിന്നും വളരെ വിഷമത്തോടെ നടന്നു പോകുന്ന ചന്ദ്രഹാസനെ നിറ കണ്ണുകളോടെ നോക്കി നിൽക്കുകയായിരുന്നു സുബക. അവരെന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചു. യക്ഷിപ്പുഴയുടെ തീരത്തുള്ള കുന്നിന് ചെരുവിലായി വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയാണ് സുബക. തൊട്ടു പിന്നിലായി ദേവന്മാഷുമുണ്ട്. സാവിത്രിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അമ്മ മരിക്കുന്നത്. മരുമകളായിട്ടല്ല, സ്വന്തം മകളായിട്ടാണ് ഞാൻ അവളെ വളർത്തിയത്. എൻ്റെ കുട്ടിയുടെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാനാവുന്നില്ല. ഇല്ലത്തുള്ളവരുടെ സമ്മതം കിട്ടിയിട്ട് ഈ വിവാഹം നടക്കുമെന്ന് ദേവൻ കരുതണ്ട, സുബക പറഞ്ഞു. ഞാനൊരു അനാഥനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആരുടെയും അനുവാദം വാങ്ങാനുമില്ല. സാവിത്രി എൻ്റെ കൂടെ വരുമെങ്കിൽ ഞാൻ നോക്കിക്കോളാം, അവളെ പൊന്നുപോലെ. ദേവന്റെ മറുപടിയിൽ സുബക സന്തുഷ്ടയായി. സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. അവർ മെല്ലെ നടന്ന് ദേവന്റെ അടുത്ത് വന്നു. എന്നിട്ട് ദേവന്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിൽ നാളെ രാത്രിയിൽ ദേവൻ ഇല്ലത്തിന്റെ പിന്നിലായി യക്ഷിപ്പുഴയുടെ തീരത്ത് വരൂ. എന്നോടൊപ്പം സാവിത്രി അവിടെ ഉണ്ടാകും. സാവിത്രി അവളുടെ മുറിയിൽ കട്ടിലിൽ കരഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു. പെട്ടെന്ന് മുറിയുടെ വാതിലാരോ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു വരുന്ന സുബകയെ കണ്ടതും അവൾ ഓടിച്ചെന്നവരെ കെട്ടിപ്പിടിച്ച് വീണ്ടും കരയാൻ തുടങ്ങി. സുബക സാവിത്രിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ അവളെ അറിയിച്ചു. ഇല്ലത്തിന്റെ ഇടനാഴിയിലൂടെ സുബക സാവിത്രിയെയും കൂട്ടി ശബ്ദമുണ്ടാക്കാതെ നടന്നു വരികയാണ്. സുബകയുടെ കയ്യിൽ ഒരു ഭാണ്ഡക്കെട്ടുമുണ്ട്. അവർ നടന്ന് ഇടനാഴിയിൽ നിന്നും നിലവറയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. നിലവറയ്ക്കുള്ളിൽ നിന്നും പുറത്തേക്കുള്ള രഹസ്യവഴിയിലൂടെ യക്ഷിപ്പുഴയുടെ തീരത്തെത്തി. ഈ സമയം അവിടെ അവരെയും കാത്ത് ദേവന്മാഷ് നിൽക്കുന്നുണ്ടായിരുന്നു. സുബക സാവിത്രിയെയും കൂട്ടി ദേവന്റെ അടുത്തേക്കെത്തി. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭാണ്ഡക്കെട്ട് സാവിത്രിക്ക് കൊടുത്തുകൊണ്ട് സുബക പറഞ്ഞു, ഇതിൽ ഒരല്പം സ്വർണവും പണവുമുണ്ട്. എൻ്റെ കുട്ടിയുടെ സന്തോഷമാണ് അമ്മായിക്ക് വലുത്. എവിടെയെങ്കിലും പോയി രണ്ടുപേരും സുഖമായി ജീവിക്കൂ. പിന്നെ സൂക്ഷിച്ചു പോകണം. ചാത്തന്മേട് വഴി പോകണ്ട, സിദ്ധങ്കാട് വഴി പോയാൽ മതി, സുബക ദേവനോടായി പറഞ്ഞു. സിദ്ധങ്കാട് വഴി? ദേവൻ ഒരല്പം പരിഭ്രാന്തിയോടെ ചോദിച്ചു. പേടിക്കണ്ട, വഴി സാവിത്രിക്ക് അറിയാം. ഇനി അധിക നേരം ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട, വേഗം പൊക്കോളൂ, സുബക പറഞ്ഞു. ദേവനും സാവിത്രിയും സുബകയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങി അവിടെ നിന്നും യാത്ര തിരിച്ചു. അവർ നടന്നു പോകുന്നത് സുബക അങ്ങനെ അല്പനേരം നോക്കി നിന്നു. നേരം നന്നെ ഇരുട്ടിയിരുന്നു. ചെറിയൊരു പേടിയോടെ സിദ്ധൻകാട് വഴി നടന്നു വരികയായിരുന്നു സാവിത്രിയും ദേവനും. പെട്ടെന്ന് ആരോ ഒരാൾ ചൂട്ടും തെളിയിച്ചുകൊണ്ട് അവരുടെ നേരെ നടന്നു വരുന്നത് അവർ ശ്രദ്ധിച്ചു. കാളിദുർഗനായിരുന്നു അത്. ദേവനെ കണ്ടതും അയാൾ ചൂട്ടുയർത്തി നോക്കി. ആരാ ഇത്? ദേവനൊന്നും മിണ്ടിയില്ല. അപ്പോഴാണ് കാളിദുർഗൻ ദേവന് പിന്നിൽ മറഞ്ഞു നിന്നിരുന്ന സാവിത്രിയെ ശ്രദ്ധിച്ചത്. പിറ്റേന്ന് രാവിലെ നടക്കാൻ ഇറങ്ങിയതായിരുന്നു വിശ്വൻ. ഒരു കൂട്ടം ആളുകൾ അയാൾക്കെതിരെ ഓടി വരുന്നുണ്ടായിരുന്നു. അവർ വിശ്വനെ മറികടന്ന് പോവുകയാണ്. അതിലൊരാളെ തടഞ്ഞു നിർത്തി വിശ്വൻ തിരക്കി, എന്താ, എങ്ങോട്ടെല്ലാവരും പോകുന്നേ? അപ്പോൾ താനൊന്നും അറിഞ്ഞില്ലേ? യക്ഷിപ്പുഴയുടെ തീരത്ത് ആരോ മരിച്ചു കിടക്കുന്നു എന്ന്. വിശ്വൻ ഒരു അമ്പരപ്പോടെ യക്ഷിപ്പുഴയുടെ തീരത്തേക്ക് നടന്നു. യക്ഷിപ്പുഴയുടെ തീരത്ത് ഒരു പറ്റം ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എഴുത്തുകാരൻ ഹരിദാസും ഉണ്ടായിരുന്നു, കൂടാതെ 1-2 പോലീസുകാരും. ചെളിയിൽ മുഖമമർന്ന് കിടന്നിരുന്ന ശവം നേരെ തിരിച്ചിടാൻ നാട്ടുകാരിൽ ഒരാളോട് പോലീസ് ആവശ്യപ്പെട്ടു. ഒരൽപ്പം മെലിഞ്ഞൊരാൾ മുന്നോട്ട് വന്ന് ചെളിയിൽ കിടന്നിരുന്ന ശവം തിരിച്ച് നേരെ കിടത്തി. അവിടെ കൂടി നിന്നവരുടെ കണ്ണുകളെ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ആ ശവം അത് കാളിദുർഗൻ്റേതായിരുന്നു. കാളിദുർഗന്റെ മരണവും സാവിത്രിയുടെ ഒളിച്ചോട്ടവും നാട്ടിലെങ്ങും കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു. പലരും തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കഥകൾ മെനയുവാൻ തുടങ്ങി. അമ്പലത്തിനടുത്തുള്ള ആൽത്തറയിൽ കുറച്ചുപേർ കൂടിയിരുന്ന് ചതുരംഗം കളിക്കുകയാണ്. അതിലൊരാൾ പറഞ്ഞു, അറിഞ്ഞില്ലേ, കാളിയുട്ടുമനയിലെ സാവിത്രി ആ ദേവന്മാഷിന്റെ കൂടെയാണത്രേ ഓടിപ്പോയത്. കണ്ടില്ലേ, പൂച്ചയെ പോലെ നടന്നിട്ട് ഒരാളെയും ഇക്കാലത്ത് വിശ്വസിക്കാൻ പറ്റില്ല, മറ്റൊരാൾ മറുപടി പറഞ്ഞു. ദേവസ്യചേട്ടന്റെ ചായക്കടയിൽ വിശ്വനും ഏതാനും ചില നാട്ടുകാരും എഴുത്തുകാരൻ ഹരിദാസും ഇരുന്ന് ചായ കുടിക്കുകയാണ്. ചായ അടിച്ചുകൊണ്ട് ദേവസ്യചേട്ടൻ എല്ലാവരോടായി പറഞ്ഞു, നമ്മുടെ കാളിദുർഗൻ തമ്പുരാന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിന് ആ സ്കൂൾ മാഷിനെയാണത്രേ സംശയം. നേരാണോ വിശ്വ? അവിടെ ഇരുന്നൊരാൾ വിശ്വനോടായി ചോദിച്ചു. ഈ സമയം പത്രം വായിച്ചുകൊണ്ടിരുന്ന ഹരിദാസ് മെല്ലെ പത്രം മടക്കി വെച്ച്
അവരുടെ സംസാരം ശ്രദ്ധിക്കുവാൻ തുടങ്ങി. നിങ്ങളൊക്കെ ഇത് എന്തെറിഞ്ഞിട്ടാ ഈ സംസാരിക്കണേ? പോലീസ് റിപ്പോർട്ട് പ്രകാരം പാമ്പുകടിയേറ്റ തമ്പുരാൻ മരിച്ചതെന്ന മറ്റൊരാൾ പറഞ്ഞു. അതിന് പാമ്പ് കടിച്ചതാണോ കടിപ്പിച്ചതാണോ എന്ന് ആർക്കറിയാം, ദേവസ്യ പറഞ്ഞു. ദേവസ്യ ചേട്ടൻ്റെ ആ സംസാരം വിശ്വന് അത്ര ഇഷ്ടപ്പെട്ടില്ല. പോക്കറ്റിൽ നിന്നും ചായയുടെ കാശെടുത്ത് മേശപ്പുറത്ത് വെച്ച് അയാൾ അല്പം ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ചങ്ങാതീനെ പറഞ്ഞത് മൂപ്പർക്ക് അത്ര രസിച്ചിട്ടില്ല, അവിടെ ഇരുന്ന ഒരാൾ പറഞ്ഞു. വിശ്വൻ പോകുന്നത് നോക്കിക്കൊണ്ട് ഹരിദാസ് പത്രം ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ച് അവിടെ നിന്നും എഴുന്നേറ്റ് വന്ന അയാളുടെ ചായയുടെ കാശും കൊടുത്ത് കടയിൽ നിന്നും ഇറങ്ങിപ്പോയി. നേരം സന്ധ്യയായി. ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു. മനയിലെ കുളക്കടവിൻ്റെ പടവുകൾ ഇറങ്ങി വരികയാണ് സുബക. അവർ ഒരൽപ്പം താഴ്ചയിൽ കുളത്തിലേക്ക് ഇറങ്ങി നിന്ന് കയ്യിൽ അല്പം ജലമെടുത്ത് എന്തോ മന്ത്രം ജപിക്കുവാൻ തുടങ്ങി. ഈ സമയം ഒരു തൂവൽ മുകളിൽ നിന്നും സുബകയുടെ കയ്യിലേക്ക് വന്ന് വീണു. അവർ ആ തൂവൽ കയ്യിലെടുത്ത് മുകളിലേക്ക് നോക്കി. അവിടെ കണ്ട കാഴ്ച കണ്ട് അവർ ഞെട്ടിത്തെരിച്ചു പോയി. നേരം വെളുക്കാൻ തുടങ്ങി. കുളക്കടവിൽ കുറച്ച് ഓട്ടുപാത്രങ്ങളും മറ്റും കഴുകുവാനായി വന്നതായിരുന്നു മനയിലെ ബാല്യക്കാരി. അവിടെ കണ്ട കാഴ്ച അവർ അലറി വിളിച്ചുകൊണ്ട് ഓടി. കാരണം അവിടെ കണ്ടത് കുളക്കടവിൽ മരിച്ചു കിടക്കുന്ന സുബകയെയാണ്. ആൽത്തറയിൽ ചതുരംഗം കളി തകൃതിയായി നടക്കുന്നു. അവിടെ ഒരു മൂലയിലായി സിഗരറ്റ് വലിച്ചുകൊണ്ട് എഴുത്തുകാരൻ ഹരിദാസും ഇരിപ്പുണ്ട്. സുബക തമ്പുരാട്ടിയുടെ മരണത്തെപ്പറ്റിയാണ് അവിടെ സംസാരം. അവിടെ കൂടി നിന്നവരിൽ ഒരാൾ പറഞ്ഞു, സുബക തമ്പുരാട്ടിയുടെ മരണം ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയണില്ല. നീന്തൽ അറിയാവുന്ന തമ്പുരാട്ടി കുളത്തിൽ മുങ്ങി മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും പറയാൻ കഴിയില്ല. ആ സ്ട്രോക്ക് വന്നതിന് ശേഷം അവരുടെ കാലിൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ട് പഴയതുപോലെ നീന്താൻ കഴിഞ്ഞെന്ന് വരില്ല, മറ്റൊരാൾ പറഞ്ഞു. ഒരു കുരു എടുത്ത് നീക്കി വെച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിരുന്നവരിൽ ഒരാൾ പറഞ്ഞു, അല്ല, ഇതൊക്കെ അപകടമരണം തന്നെയാണോ എന്ന് ആർക്കറിയാം. ഇതിൻ്റെയൊക്കെ പുറകിൽ ആ ഇരുവലങ്കാട് ഇല്ലത്തുകാർ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് എൻ്റെ സംശയം. ഇതെല്ലാം കേട്ട ആ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രായമായ ഒരാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൊള്ളാം, സംശയമൊക്കെ നല്ലതാ. പക്ഷെ നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. കാളിദുർഗൻ തമ്പുരാൻ്റെ മരണം പഞ്ചമിയുടെ എന്നായിരുന്നു. പഞ്ചമിക്ക് 5 എന്നാണ് കണക്ക്. ഇതിപ്പോൾ 2 ആയിട്ടുള്ളൂ. അത് കേട്ടതും എല്ലാവരുടെയും മുഖത്ത് ആകാംക്ഷയും ഭയവും നിറഞ്ഞു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഹരിദാസ് ഒന്നും മിണ്ടാതെ അയാൾ വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് തറയിലിട്ട് ചവിട്ടിക്കെടുത്തിയിട്ട് അവിടെ നിന്നും നടന്നുപോയി. നേരം സന്ധ്യയായി. മനയുടെ ഉമ്മറത്ത് ചാരുകസേരയിൽ ഇരിക്കുകയാണ് കാളിദാസൻ. അയാൾ വളരെ അസ്വസ്ഥനായിരുന്നു. ഇല്ലത്തുണ്ടായ അനിഷ്ട സംഭവങ്ങൾ അയാളുടെ മനസ്സിനെ സാരമായി തന്നെ ബാധിച്ചിരുന്നു. കെട്ടുപൊട്ടിയ പട്ടം പോലെ അയാളുടെ മനസ്സ് എങ്ങോട്ടെന്നില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സമയം അകത്തു നിന്നും ഒരു തോൾസഞ്ചിയും തൂക്കി ചന്ദ്രഹാസൻ ഉമ്മറത്തേക്ക് വന്നു. ചന്ദ്രഹാസനെ കണ്ടതും കാളിദാസൻ ചോദിച്ചു, ഈ സന്ധ്യ നേരത്ത് ഏട്ടൻ ഇതെങ്ങോട്ടാ? മനസ്സിനൊരു സുഖമില്ല ദാസ, വല്ലാത്ത അസ്വസ്ഥത. ഞാൻ കൂമങ്കാവ് വരെ ഒന്ന് പോയിട്ട് വരാൻ, ചന്ദ്രഹാസൻ പറഞ്ഞു. സൂക്ഷിക്കണേ ഏട്ടാ, അമ്മാവൻ്റെ മരണം, കാളിദാസൻ പറഞ്ഞ് മുഴുവിപ്പിക്കുന്നതിന് മുമ്പ് ചന്ദ്രഹാസൻ പറയാൻ തുടങ്ങി. പഞ്ചമിക്ക് 5 എന്നാണ് കണക്കെന്നല്ലേ? നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ എന്നേ തെറ്റിയതാ. ചന്ദ്രഹാസൻ വളരെ വിഷമത്തോടെ മനയുടെ പടികളിറങ്ങി കൂമൻകാവിലേക്ക് നടന്നു. കാവിലെത്തി അവിടെ വിളക്കുകൾക്ക് തിരി തെളിയിക്കുകയാണ് ചന്ദ്രഹാസൻ. അയാൾ കൂമന്റെ വിഗ്രഹത്തിന് മുന്നിലുള്ള 2 വലിയ വിളക്കുകൾക്കും തിരി തെളിയിച്ചു കഴിഞ്ഞു. നടുവിലത്തെ ചെറിയ വിളക്കിന് തിരി കൊളുത്താൻ തുനിഞ്ഞതും പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം. അയാളുടെ ഇടത്തെ സൈഡിലെ വലിയ വിളക്ക് ആരും എറിഞ്ഞു വീഴ്ത്തിയിരിക്കുന്നു. ഞെട്ടിത്തരിച്ച ചന്ദ്രഹാസൻ വീണ് കിടക്കുന്ന വിളക്കിലേക്ക് നോക്കി. ആ ഞെട്ടൽ മാറുന്നതിന് മുമ്പ് വീണ്ടും അതേ ശബ്ദം. അയാളുടെ വലത്തെ സൈഡിലെ വിളക്കും ആരോ എറിഞ്ഞു വീഴ്ത്തിയിരിക്കുന്നു. ചന്ദ്രഹാസൻ ഞെട്ടിത്തെരിച്ച് പിറകിലേക്ക് നോക്കി. ആ കാഴ്ച കണ്ട അയാൾ ഭയന്ന് വിറങ്ങലിച്ചു പോയി. അയാളുടെ കണ്ണുകൾ വിടർന്നു, ഹൃദയമിടിപ്പ് കൂടി, ആകെ മരവിച്ചൊരവസ്ഥ. ചന്ദ്രഹാസൻ അങ്ങനെ തന്നെ നിന്നു. പിറ്റേന്ന് കൂമൻകാവിൽ ഹൃദയം തകർന്നിരിക്കുകയാണ് കാളിദാസൻ. ചുറ്റും ഏതാനും ചില നാട്ടുകാരും പോലീസുകാരുമുണ്ട്. കാവിലെ ഒരു മരത്തിൽ ചന്ദ്രഹാസൻ തൂങ്ങി മരിച്ച നിലയിൽ നിൽക്കുകയാണ്. ചുറ്റും കൂടി നിന്നിരുന്ന ആളുകളിൽ ഒരാൾ അടങ്ങിയ ശബ്ദത്തിൽ കൂടെയുണ്ടായിരുന്ന ആളുടെ ചെവിയിൽ പറഞ്ഞു, പഞ്ചമിക്ക് 5 എന്ന് പറയുന്നത് എത്ര ശരിയാണ്. ഇനിയിപ്പോൾ അടുത്തത് ഇയാളായിരിക്കും. ഇത് കാളിദാസൻ കേട്ടു. അയാൾ വളരെ അസ്വസ്ഥനും പരിഭ്രാന്തനുമായി. അന്ന് വൈകുന്നേരം മനയിലിരുന്ന് മദ്യപിക്കുകയാണ് കാളിദാസൻ. കൂടെ പൊന്നച്ചനുമുണ്ട്. എന്ത് കുടിയാ തമ്പ്ര ഇത്? മതി കുടിച്ചത് പോരാ, ബോധം പോകുന്നത് വരെ എനിക്കിന്ന് കുടിക്കണം. താൻ പോയി ഒരു കുപ്പി കൂടി ഇങ്ങ് എടുത്തു വാ. അത് വേണോ? താൻ ഞാൻ പറയുന്നത് കേട്ടാൽ മതി, ഇങ്ങോട്ട് ഉപദേശമൊന്നും വേണ്ട. കാളിദാസൻ പൊന്നച്ചനോട് ദേഷ്യപ്പെട്ടു. പൊന്നച്ചൻ തോളിൽ തൂക്കിയിരുന്ന ഒരു സഞ്ചിയിൽ നിന്നും ഒരു കുപ്പി മദ്യമെടുത്ത് കാളിദാസന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാനെങ്കിൽ പോയിട്ട് നാളെ കാലത്തിങ്ങ് വരാം. ദാസൻ ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും അയാളുടെ മാനസിക നില ആകെ തകിടം മറിഞ്ഞിരുന്നു. കുടിച്ചു ബോധം കെട്ട് കിടന്നുറങ്ങുകയാണ് കാളിദാസൻ. പെട്ടെന്ന് അയാളുടെ ശരീരത്തിന്റെ മുകളിൽ ഒരു കറുത്ത രൂപം കയറിയിരുന്നു. അത് ദാസന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. ശ്വാസം മുട്ടിയ ദാസൻ മരണവെപ്രാളത്തിൽ പിടഞ്ഞു. കണ്ണു തുറന്ന ദാസൻ ആ രൂപം കണ്ട് ഭയന്ന് നിലവിളിച്ചു. പക്ഷെ അയാളുടെ ശബ്ദം പുറത്തു വന്നില്ല. നാവ് കുഴയുന്നു, കൈകാലുകൾ തളരുന്നു, ശരീരമാസകലം വെട്ടി വിയർക്കുന്നു. അധികം വൈകാതെ ദാസൻ സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയെഴുന്നേറ്റു.
കിതപ്പോടെ കട്ടിലേക്കിരുന്ന അയാൾ തൻ്റെ ദേഹമെല്ലാം നനഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചു. അതയാൾ മണത്തു നോക്കി. അയാളാകെ ഭയന്നുപോയി. പെട്ടെന്ന് ജനലിൻ്റെ അടുത്തേക്ക് എന്തോ കണ്ടതുപോലെ അയാൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് നടന്നു. ജനൽക്കമ്പിയിൽ പിടിച്ചുകൊണ്ട് ദാസൻ പുറത്തേക്ക് നോക്കി. ഈ സമയം അയാളുടെ കണ്ണുകളിൽ ഭയവും ജിജ്ഞാസയും നിറഞ്ഞിരുന്നു. ആരാ അവിടെ? ദാസൻ പുറത്തേക്ക് നോക്കി ചോദിച്ചു. പിറ്റേന്ന് രാവിലെ മനയിലേക്ക് വന്ന പൊന്നച്ചൻ പാതി അടഞ്ഞു കിടന്നിരുന്ന വാതിലിലൂടെ അകത്തേക്ക് നോക്കി. ചെറിയമ്പ്ര. അകത്തു നിന്നും മറുപടി ഒന്നും വന്നില്ല. പൊന്നച്ചൻ മെല്ലെ അകത്ത് കയറി നോക്കി. അയാൾക്ക് അവിടെ എന്തോ ദുർഗന്ധം മണത്തു. അയാൾ കാളിദാസന്റെ മുറി തള്ളി തുറന്നു. അവിടെ കത്തിക്കരിഞ്ഞു കിടക്കുന്ന കാളിദാസന്റെ ശവശരീരം കണ്ട് അയാൾ ഭയന്ന് വിറങ്ങലിച്ചു പോയി. ചതിച്ചല്ലോ എൻ്റെ ഭഗവതി. കാളിയൂട്ടുമനയുടെ പുറത്ത് വിശ്വം പറഞ്ഞ കഥയെല്ലാം കേട്ടിരിക്കുകയാണ് ആദിനാഥ്. എന്നിട്ട് പോലീസ് അന്വേഷണമൊന്നും ഉണ്ടായില്ല വിശ്വട്ടാ. അന്വേഷണമൊക്കെ ഉണ്ടായെങ്കിലും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. ഇല്ലത്തുണ്ടായ മരണങ്ങളെക്കുറിച്ച് നാട്ടിൽ പല കഥകളും പ്രചരിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവിടുത്തെ നാട്ടുകാരിൽ ചിലർ എന്നെ വന്ന് കണ്ടു. ഇല്ലത്ത് പ്രേതശല്യമുണ്ടെന്നും അതിന് പരിഹാരക്രിയ ചെയ്യണമെന്നും അവർ എന്നോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ഞാൻ ദേവന്മാശിനെ പോയി കണ്ടു. ചിറ്റൂർ നട തന്ത്രികളെ കൊണ്ടുവന്ന് ജപിച്ചു കെട്ടിയതാണ് ഈ തകിട്. മനയുടെ വാതിലിൽ കെട്ടിയിരിക്കുന്ന തകിട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശ്വം പറഞ്ഞു. അന്ന് ഇല്ലത്തിന്റെ താക്കോൽ കൂട്ടം എന്നെ ഏൽപ്പിച്ചു പോയതാണ് ദേവന്മാശ്. പിന്നെ ആരും തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വിശ്വം തുടർന്നു. ഈ സമയം ശ്യാമും സ്ഥലം വാങ്ങാവുന്ന ആളുകളും മനയും പരിസരവും ഒക്കെ കണ്ട് അവിടേക്ക് തിരിച്ചു വന്നു. സ്ഥലമൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമായി. നമുക്കുടൻ തന്നെ രജിസ്ട്രേഷൻ നടത്തിയേക്കാം. അപ്പോൾ നിങ്ങളുടെ പ്ലാൻ എങ്ങനെയാ? ഇന്നിവിടെ തങ്ങുവാണോ അതോ നാട്ടിലേക്ക് തിരിക്കുന്നുണ്ടോ? സ്ഥലം വാങ്ങാൻ വന്നതിൽ ഒരാൾ പറഞ്ഞു. ഇല്ല, നിങ്ങൾ വിട്ടോ, ഞങ്ങൾക്ക് അവിടെ കുറച്ച് പണി കൂടെ ചെയ്തു തീർക്കാനുണ്ട്, ആദിനാഥ് പറഞ്ഞു. എങ്കിൽ അങ്ങനെ ആവട്ടെ. അവർ കൈ കൊടുത്തു പിരിഞ്ഞു. അവർ പോയി കഴിഞ്ഞ് ശ്യാമിനെ അല്പം മാറ്റി നിർത്തിക്കൊണ്ട് ആദിനാഥ് പറഞ്ഞു. പഴയ തറവാടാ, വിലപിടിപ്പുള്ള പല സാധനങ്ങളും എവിടെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്കിതൊക്കെ ഒന്ന് തുറന്നു കണ്ടിട്ട് പോയാൽ മതി. അവർ രണ്ടുപേരും മനയിലേക്ക് നോക്കി. നേരം രാത്രിയായി. മന ലക്ഷ്യമാക്കി ആരോ ഒരാൾ നടന്നു വരുന്നു. വാതിലിൽ ജപിച്ചു കിട്ടിയിരുന്ന തകിടഴിച്ചു മാറ്റി പൂട്ടുപൊളിച്ച അയാൾ അകത്ത് കയറി. ആദിനാഥായിരുന്നു അത്. അയാൾ ടോർച്ച് തെളിയിച്ച് ഓരോ മുറിയിലും എന്തോ തിരഞ്ഞു. പെട്ടെന്ന് പുറകിൽ ആരോ ഒരാൾ നിൽക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. അയാൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. പക്ഷെ അവിടെ ആരെയും കണ്ടില്ല. അയാൾ മുന്നോട്ട് തിരിഞ്ഞു നോക്കിയത് മുന്നിലൊരു പ്രേതരൂപം. ആദിനാഥ് ഭയന്ന് ഓടാൻ ശ്രമിച്ചു. പക്ഷെ അയാളുടെ കാൽ എവിടെയോ തട്ടി അയാൾ മറിഞ്ഞു വീണു. കയ്യിലെ ടോർച്ച് നഷ്ടമായി. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ ആദിനാഥ് കൈ തട്ടി അവിടെ ഉണ്ടായിരുന്ന ചില സാധനങ്ങൾ മറിഞ്ഞു വീണു. തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ടോർച്ച് അയാൾ വെപ്രാളത്തിൽ തറയിൽ നിന്നും പരതിയെടുത്തു. ടോർച്ച് തെളിച്ച് മുറിയുടെ എല്ലാ ഭാഗത്തേക്കും അയാൾ നോക്കി. ഭയത്തോടെ ആദിനാഥ് മുന്നോട്ട് നടന്നു. അയാൾ മനയിലെ പൂജാമുറിയുടെ മുന്നിലെത്തി. ഇതേസമയം വിശ്വന്റെ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു ശ്യാം. എന്തൊക്കെയോ തട്ടിമറിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടാണ് പെട്ടെന്ന് അയാൾ ഉണർന്നത്. കണ്ണു തുറന്നപ്പോൾ മുഖം മൂടി ധരിച്ചൊരാൾ ശ്യാമിനെ കൊല്ലാനായി കത്തിയുമായി നിൽക്കുന്നു. അവർ തമ്മിൽ മൽപ്പിടുത്തമുണ്ടായി. മൽപ്പിടുത്തത്തിൽ കത്തി നഷ്ടപ്പെട്ട കൊലയാളി അവിടെ നിന്നും ഇറങ്ങിയോടി. പിന്നാലെ ശ്യാമും. അയാൾ ഓടി യക്ഷിപ്പുഴയുടെ തീരത്തിലൂടെ മനയുടെ നിലവറയിലേക്കുള്ള രഹസ്യ കവാടം വഴി നിലവറയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ചു. പിന്നാലെ ശ്യാമും അങ്ങോട്ടെത്തി. കൊലയാളിയും ശ്യാമും തമ്മിൽ സംഘട്ടനമുണ്ടായി. പെട്ടെന്ന് മനയുടെ ഉള്ളിൽ നിന്നും നിലവറയുടെ വാതിൽ തുറന്ന ആദിനാഥും അവിടെ എത്തി. ശ്യാമും ആദിനാഥും ചേർന്ന് കൊലയാളിയെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. ആദിനാഥ് കൊലയാളിയുടെ മുഖം മൂടി വലിച്ചൂരി. കൊലയാളിയുടെ മുഖം കണ്ട് ആദിനാഥും ശ്യാമും ഒരു നിമിഷം സ്തബ്ധരായി നിന്നു. കാരണം അത് വിശ്വനായിരുന്നു. കലിപൂണ്ട ആദിനാഥ് വിശ്വനെ ചവിട്ടിത്തെറിപ്പിച്ചു. നിലവറയ്ക്കുള്ളിൽ ചുവരുകളിലായി ശവപ്പെട്ടിയുടെ മാതൃകയിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രതലത്തിൽ ചെന്ന് വിശ്വം വീണു. ആ വീഴ്ചയിൽ ആ പെട്ടിയുടെ വാതിൽ പൊളിഞ്ഞു വീഴുകയും ചെയ്തു. ശ്യാമിനും ആദിനാഥനും സ്വന്തം കണ്ണുകളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ആ കാഴ്ചയാണ് ആ പെട്ടിക്കുള്ളിൽ കണ്ടത്. ഒരു സ്ത്രീയുടെ അഴുകാത്ത മൃതശരീരം. അപ്പോഴാണ് അവർ നിലവറയ്ക്കുള്ളിലെ ചുവരുകളിലേക്ക് ശ്രദ്ധിക്കുന്നത്. ഒരേ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള 27 പെട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോ പെട്ടിക്ക് മുകളിലും അശ്വതി ഭരണി, കാർത്തിക ഭരണി, 27 നക്ഷത്രങ്ങളുടെ പേരുകളും കൊത്തിവെച്ചിട്ടുണ്ട്. കയ്യിൽ കിട്ടിയ ഒരു കമ്പി ഉപയോഗിച്ച് ആദിനാഥ് ബാക്കിയുള്ള 1-2 പെട്ടികൾ കൂടി പൊളിച്ചു നോക്കി. അതിലും പെൺകുട്ടികളുടെ അഴുകാത്ത ശവശരീരങ്ങളാണ് ഉണ്ടായിരുന്നത്. കാർത്തിക എന്നെഴുതിയ പെട്ടി ആദിനാഥ് പൊളിച്ചു. ആ സമയം അമ്മേ എന്ന് വിളിച്ച് അലറിയുള്ള വിശ്വന്റെ കരച്ചിൽ കേട്ട് ശ്യാമും ആദിനാഥും അങ്ങോട്ടേക്ക് നോക്കി. അതെ, വിശ്വന്റെ അമ്മ സുരഭിയുടെ മൃതശരീരം അടക്കം ചെയ്തിരുന്ന പെട്ടിയായിരുന്നു അത്. വിശ്വം കരഞ്ഞുകൊണ്ട് പെട്ടിക്ക് അരികിലേക്ക് ഓടി വന്ന് അമ്മയുടെ അഴുകാത്ത ശരീരത്തിൽ തലവെച്ച് കരഞ്ഞു. അപ്പോൾ താൻ ഞെട്ടൽ മാറാതെ ആദിനാഥ് നിന്നു. അമ്മയുടെ കാലിൽ മുഖം വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിശ്വൻ ജ്വലിക്കുന്ന കണ്ണുകളുമായി ആദിനാഥിനെ നോക്കി പറഞ്ഞു. അതെ, ശിവദാസന്റെയും സുരഭിയുടെയും മകൻ വിശ്വൻ, വിശ്വധർമ്മൻ. 1953 ചാത്തൻമേട്. ശിവദാസന്റെയും സുരഭിയുടെയും ഒപ്പമുള്ള വിശ്വന്റെ കുട്ടിക്കാലം. വളരെ സന്തുഷ്ടമായ കുടുംബം. അങ്ങനെ ഇരിക്കെയാണ് ഇരട്ടി മധുരം പോലെ അവരുടെ ജീവിതത്തിൽ ആ വാർത്ത എത്തുന്നത്. സുരഭി ഗർഭിണിയാണ്. അവർക്ക് മറ്റൊരു കുഞ്ഞുകൂടി ജനിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവർ.
തൻ്റെ അനിയൻ വാവയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കുട്ടി വിശ്വൻ. സുരഭിയുടെ ഗർഭകാല ദിനങ്ങൾ തൻ്റെ ഭർത്താവിനും മൂത്ത മകനുമൊപ്പം വളരെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെയിരിക്കെ ശിവദാസൻ എവിടെയോ ദൂരയാത്ര പോയ സമയം നോക്കി സുഭഗ അവിടെ എത്തി സുരഭിയെ കൂട്ടിക്കൊണ്ടുപോയി. യാത്ര കഴിഞ്ഞ് രാത്രി വൈകി വീട്ടിലേക്ക് വന്ന ശിവദാസൻ കണ്ടത് അമ്മയെ കാണാതെ ഉമ്മറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന തൻ്റെ മകനെയാണ്. അയാൾ ഓടി കുട്ടിയുടെ അടുത്തെത്തി. എന്താ ഉണ്ണി നീ കരയണേ? അമ്മ ഇതുവരെ വന്നില്ല അച്ഛാ, അമ്മ എവിടെ പോയി? ശിവദാസൻ വല്ലാതെ പരിഭ്രാന്തനായി. അറിയില്ല, സുഭഗമ്മായി വന്ന അമ്മയെ കൂട്ടിക്കൊണ്ടുപോയതാ. ചതിച്ചു എൻ്റെ ഭഗവതി. അയാൾ വളരെ ആദിയോടെ മനയിലേക്ക് ഓടി, പുറകെ വിശ്വനും. പക്ഷെ അപ്പോഴേക്കും സുരഭിയുടെ ബലി കഴിഞ്ഞിരുന്നു. സുരഭിയെ ബലി കൊടുത്ത ശേഷം കാളിദാസൻ ഔഷധക്കൂട്ടുകൾ ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുകയാണ്. ഈ സമയം കാളിദുർഗൻ സുരഭിയുടെ മുടി ആ ആണിയിലേക്ക് ചുറ്റി ആവാഹന മന്ത്രം ചൊല്ലി ആത്മാവിനൊരു പാവയിലേക്ക് തറച്ചു. കാളിദാസൻ മരുന്നുകൾ തേച്ച് പിടിപ്പിച്ച ശേഷം വെള്ളത്തുണിയിൽ ശരീരം പൊതിയുകയാണ്. അപ്പോഴാണ് പുറത്തു നിന്നുള്ള രഹസ്യവാതിൽ വഴി ശിവദാസൻ നിലവറയിലേക്ക് വന്നത്. അയാളെ കണ്ടതും എല്ലാവരും ഞെട്ടിനിന്നു. തൻ്റെ ഭാര്യയുടെ മൃതശരീരം കണ്ട് അലറി വിളിച്ചുകൊണ്ട് അയാൾ കാളിദാസന് നേരെ ഓടിയെടുത്തു. അവർ തമ്മിൽ സംഘട്ടനമായി. കുറ്റബോധം കൊണ്ട് സുഭഗയും ചന്ദ്രഹാസനും തല കുനിച്ചു നിന്നു. പക്ഷേ കാളിദുർഗൻ ആ നിലവിളക്കെടുത്ത് ശിവദാസന്റെ തലക്കടിച്ചു. അയാൾ ബോധം കെട്ടു വീണു. അമ്മാവന്റെ കയ്യിൽ നിന്ന് നിലവിളക്ക് വാങ്ങി കാളിദാസൻ ശിവദാസന്റെ തല അടിച്ചു തകർത്തു. ഇതെല്ലാം കണ്ട് വിശ്വൻ നിലവറയുടെ വാതിൽക്കൽ നിൽപ്പുണ്ടായിരുന്നു. അവൻ അച്ഛാ എന്ന് നിലവിളിച്ചു കരഞ്ഞു. അവനെ കണ്ട കാളിദാസൻ അവനെ പിടിക്കാൻ അടുത്തേക്ക് ചെന്നു. വിശ്വൻ പേടിച്ച് തിരിഞ്ഞോടി. പുഴയുടെ തീരത്തെത്തിയതും അവനൊന്ന് തിരിഞ്ഞു നോക്കി. അവനെ പിന്തുടർന്നു വരുന്ന കാളിദാസനെ കണ്ട ഭയത്തിൽ അവൻ പുഴയിലേക്ക് ചാടി. അവൻ മുങ്ങിത്താഴുന്നതും നോക്കി ദാസൻ കരയിൽ നിന്നു. അവസാനം മുങ്ങിയിട്ട് പൊങ്ങി വരാതെയായപ്പോൾ ദാസൻ തിരികെ പോന്നു. മനയുടെ ഉള്ളിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്ത് ഉള്ളുനീറി നിൽക്കുകയാണ് വിശ്വൻ. ഇതെല്ലാം കേട്ട് അമ്പരന്ന് നിൽക്കുകയാണ് ആദിനാഥും ശ്യാമും. വിശ്വൻ പറയാൻ തുടങ്ങി, പുഴയിൽ ചാടി ഞാൻ മരിച്ചു എന്ന് കരുതി അവർക്ക് തെറ്റി. അക്കരപ്പുഴയിൽ മത്സ്യബന്ധനത്തിന് വന്ന ആളുകൾ അവരുടെ വലയിൽ കുരുങ്ങി എന്നെ രക്ഷപ്പെടുത്തി. അങ്ങനെ അവരിൽ ഒരാളായി അവരോടൊപ്പം മഞ്ഞനാട്ടിൽ കഴിയുമ്പോഴും എൻ്റെ ഉള്ളിലെ പക ആളി കത്തുകയായിരുന്നു. വിശ്വൻ ശ്യാമിനെ നോക്കി ജ്വലിക്കുന്ന കണ്ണുകളുമായി വളരെയധികം ദേഷ്യത്തിൽ പറഞ്ഞു, ദാ കണ്ണു തുറന്ന് കാണ്, നിന്റെ പൂർവികർ ചെയ്തു കൂട്ടിയ കൊടും പാതകങ്ങളുടെയും ഇന്നും അവശേഷിക്കുന്ന സ്മാരകങ്ങളെ. ഇതെല്ലാം കണ്ടും കേട്ടും സ്തബ്ധരായി നിൽക്കുകയാണ് ശ്യാമും ആദിനാഥും. സങ്കടവും ദേഷ്യവും ഇടകലർത്തിക്കൊണ്ട് വിശ്വൻ തുടർന്നു. അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ ഞാൻ എത്തി. എൻ്റെ അച്ഛനെയും അമ്മയെയും ജനിക്കാനിരുന്ന എൻ്റെ കൂടപ്പിറപ്പിനെയും ഇല്ലാതാക്കിയവരോട് പ്രതികാരം ചെയ്യാൻ. എന്നിട്ട് അയാൾ തൻ്റെ പ്രതികാരത്തിൻ്റെ കഥ പറയാൻ തുടങ്ങി. അന്ന് സിദ്ധങ്കാട് വഴി സാവിത്രിയും ദേവന്മാശും രക്ഷപ്പെട്ടു വരുമ്പോൾ കാളിദുർഗൻ എതിരെ വരികയും അയാൾ ദേവന്മാശിനെ ചവിട്ടി വീഴ്ത്തി സാവിത്രിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു. അപ്പോൾ ദേവൻ കയ്യിൽ കിട്ടിയ ഒരു മരക്കഷ്ണം കൊണ്ട് കാളിദുർഗനെ അടിച്ചു വീഴ്ത്തി. എന്നിട്ട് സാവിത്രിയുമായി അവിടെ നിന്നും ഓടിപ്പോയി. ഓടുമ്പോൾ സാവിത്രി വളരെ വിഷമത്തിൽ കാളിദുർഗനെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. വളരെ പണിപ്പെട്ട് കാളിദുർഗൻ അവിടെ നിന്നും എഴുന്നേറ്റു. അപ്പോഴേക്കും സാവിത്രിയും ദേവനും ഒരുപാട് ദൂരം പിന്നിട്ടിരുന്നു. അയാൾ അവർ പോയ വഴിയിലൂടെ അവരെ പിന്തുടർന്നു. അപ്പോൾ മരത്തിൽ നിന്നും ഒരാൾ കാളിദുർഗന്റെ മുന്നിലേക്ക് ചാടിയിറങ്ങി. കൂമന്റെ മുഖം മൂടി ധരിച്ച ആ മുഖം കണ്ട് അയാൾ ഭയന്ന് നിന്നു. അവർ തമ്മിലുള്ള മൽപ്പിടുത്തത്തിൽ കാളിദുർഗനെ അയാൾ പരാജയപ്പെടുത്തി. ശേഷം കാട്ടുവള്ളി കൊണ്ട് കാളിദുർഗനെ വരിഞ്ഞു കെട്ടി. എന്നിട്ടൊരു കൂട എടുത്ത് കാളിദുർഗന്റെ നെഞ്ചിൽ വെച്ച് അതിൻ്റെ മൂടി തുറന്നു. അതിൽ നിന്നും പുറത്തു വന്ന ഉഗ്രവിഷമുള്ള പാമ്പിനെ കണ്ട് കാളിദുർഗൻ ഭയന്ന് നിലവിളിച്ചു. ഈ സമയം മുഖം മൂടി അടിച്ച തൻ്റെ മുഖം കാളിദുർഗനെ വ്യക്തമാക്കി. വിശ്വൻ എന്തിനാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാകാതെ കണ്ണുകൾ മിഴിച്ചു നിന്ന കാളിദുർഗൻ വിഷപ്പാമ്പിൻ്റെ കടിയേറ്റു മരിച്ചു. മനയിലെ കുളക്കടവിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മരത്തിൽ കരിമ്പടം പുതച്ച് കയറിയിരിക്കുകയാണ് വിശ്വൻ. കുറച്ചു കഴിഞ്ഞ് കുളക്കടവിലേക്ക് സുഭഗ വന്നു. അരയ്ക്കൊപ്പം താഴ്ചയിൽ നിന്നുകൊണ്ട് അല്പം ജലം കയ്യിലെടുത്ത് എന്തോ പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ സമയം മരത്തിൻ്റെ ചില്ലയിലിരുന്ന കൂമൻ അവിടെ നിന്നും പറന്നുയരും വഴി അപകടം അറിയിക്കാൻ എന്ന വണ്ണം അതിൻ്റെ ഒരു തൂവൽ സ്വയം പൊഴിച്ച് താഴേക്കിടുന്നു. മുകളിൽ നിന്നും തൻ്റെ കയ്യിലേക്ക് വീണ തൂവൽ എടുത്തുകൊണ്ട് മുകളിലേക്ക് നോക്കിയ സുഭഗ കണ്ടത് കരിമ്പടം പുതച്ച് കണ്ടാൽ വവ്വാലിനെ പോലെ തോന്നിക്കുന്ന ഒരു രൂപം തൻ്റെ നേരെ വരുന്നതാണ്. അവൾ ഞെട്ടിത്തരിച്ചു നിന്നു. കരിമ്പടം സുഭഗയുടെ തലവഴി ചുറ്റി വിശ്വൻ അവളെ വെള്ളത്തിൽ മുക്കി താഴ്ത്തി. മരിക്കും മുമ്പ് തൻ്റെ മുഖം സുഭഗയ്ക്ക് വ്യക്തമായി. വിശ്വ നീ? അമ്പരപ്പോടെ അവൾ നിന്നു. അതെ, വിശ്വ തന്നെ. സുരഭിയുടെയും ശിവദാസന്റെയും മകൻ വിശ്വൻ. താൻ ആരാണെന്ന് വിശ്വൻ അവളെ അറിയിച്ചു. ആകാശത്തൊരു വെള്ളിടി വെട്ടി. നിറകണ്ണുകളോടെ സുഭഗ, ഉണ്ണി നീയായിരുന്നോ എൻ്റെ സുരഭിയുടെ? പക്ഷെ അവൾ പറഞ്ഞു വന്നത് മുഴുവിപ്പിക്കാൻ സമ്മതിക്കാതെ വിശ്വൻ സുഭഗയെ വെള്ളത്തിൽ മുക്കിക്കൊന്നു. കൂമങ്കാവിൽ കൂമന്റെ വിഗ്രഹത്തിന്റെ മുന്നിൽ വിളക്ക് വയ്ക്കുകയായിരുന്നു ചന്ദ്രഹാസൻ. പെട്ടെന്ന് അയാളുടെ മുന്നിലുണ്ടായിരുന്ന 2 വിളക്കുകളും ആരോ എറിഞ്ഞു വീഴ്ത്തി. ഞെട്ടിത്തെറിച്ച ചന്ദ്രഹാസൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. കൂമന്റെ മുഖം മൂടി അടിഞ്ഞ ഒരാൾ വള്ളിയിൽ തൂങ്ങി വന്ന ചന്ദ്രഹാസനെ ഇടിച്ചു വീഴ്ത്തി. അവർ തമ്മിലുണ്ടായ സംഘട്ടനത്തിൽ ചന്ദ്രഹാസനെ അയാൾ പരാജയപ്പെടുത്തി.
തുടർന്ന് ചന്ദ്രഹാസനെ ഒരു കയറിൽ കെട്ടിത്തൂക്കി. കഴുത്തുമുറുകി മരണവെപ്രാളത്തിൽ പിടയുന്ന ചന്ദ്രഹാസനെ മുഖം മൂടി മാറ്റി വിശ്വൻ തൻ്റെ മുഖം വ്യക്തമാക്കി. തുടർന്ന് ചന്ദ്രഹാസന്റെ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം അവിടെ നിന്നും മടങ്ങിപ്പോയി. കാളിയൂട്ട് മനയുടെ ഉള്ളിൽ കുടിച്ച് ബോധം കെട്ട് ഉറങ്ങുകയാണ് കാളിദാസൻ. അവിടേക്ക് പെട്രോളുമായി വന്ന വിശ്വൻ അത് കാളിദാസന്റെ ദേഹം മുഴുവനും ഒഴിച്ചു. ശേഷം വാതിൽ പുറത്തു നിന്നും അടച്ച് വരാന്തയിൽ വന്നു നിന്ന് പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ചു. ഈ സമയം സ്വപ്നം കണ്ടുണർന്ന കാളിദാസൻ തൻ്റെ ദേഹം നനഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുകയും തുടർന്ന് ജനലിൻ്റെ അടുത്ത് ആരോ നിൽക്കുന്നത് പോലെ തോന്നിയപ്പോൾ അവിടെ ചെന്ന് പുറത്തേക്ക് നോക്കി. അപ്പോൾ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് കത്തിച്ചുകൊണ്ട് വിശ്വൻ കാളിദാസന്റെ മുന്നിൽ വന്നു. വിശ്വ, താനെന്താ ഈ കാണിക്കുന്നത്? അരുത്, എന്നെ കൊല്ലരുത്. കൈകൾ കൂപ്പി കാളിദാസൻ അപേക്ഷിച്ചു. എന്നാൽ വിശ്വൻ ഒന്ന് അട്ടഹസിച്ചുകൊണ്ട് തീക്കൊള്ളി കാളിദാസനെ നേരെ എറിഞ്ഞു. ശരീരത്തിന് തീ പിടിച്ച് അലറിക്കറിയുന്ന ദാസന്റെ മരണം കണ്ട് ആസ്വദിച്ചു നിന്നു. അങ്ങനെ തൻ്റെ പ്രതികാരത്തിൻ്റെ കഥ വിശ്വം പറഞ്ഞു തീർത്തു. ശ്യാമും ആദിനാഥും ചേർന്ന് അയാളെ കീഴ്പ്പെടുത്തി പോലീസിൽ ഏൽപ്പിച്ചു. പിറ്റേന്ന് ശ്യാമിൻ്റെ നാട്ടിലെ വീട്ടിൽ സ്വീകരണമുറിയിൽ ടെലിവിഷനിൽ വാർത്ത കാണുകയാണ് പ്രിയയും ശ്യാമും സഹോദരി ശാലിനിയും. കേരളത്തെ നടുക്കിയ നരബലി. 27 സ്ത്രീകളെ നരബലി എന്ന പേരിൽ അരുംകൊല. വർഷങ്ങൾക്ക് മുമ്പ് ചാത്തൻമേട്ടിൽ നടന്ന നരബലികളുടെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 1953 നടന്നെന്ന് പോലീസ് സംശയിക്കുന്ന 27 സ്ത്രീകളുടെ കൊലപാതകങ്ങളും അവരുടെ അഴുകാത്ത മൃതശരീരങ്ങളുമാണ് ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. ഈ കൊലപാതകങ്ങളൊക്കെയും ആഭിചാര കൊലകളാകാനാണ് സാധ്യത എന്നാണ് പോലീസിന്റെ നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട് ശ്യാം എന്നയാളെ കൊല്ലാൻ ശ്രമിച്ച വിശ്വനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അസ്വസ്ഥതയോടെ ഈ വാർത്തകൾ കേൾക്കുകയാണ് പ്രിയയും ശാലിനിയും. ആദിയെ വിളിക്കൂ, ഭക്ഷണം കഴിക്കാം, പ്രിയ ശാലിനിയോട് പറഞ്ഞു. ശാലിനി ആദിനാഥിനെ വിളിക്കാൻ മുറിയിലേക്ക് പോയി. മുറിക്കുള്ളിൽ ആദിനാഥ് ആരെയോ കോൾ ചെയ്യുകയാണ്. മറുവശത്ത് പ്രായമായ ഒരാൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ഞാൻ ആദിയാണ്. നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ കൃത്യമായി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ താളിയോല ഗ്രന്ഥങ്ങൾ അതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. പറഞ്ഞ ക്യാഷ് റെഡിയാക്കി വെച്ചോ, നമുക്ക് നാളെ നേരിൽ കാണാം. ആദിനാഥ് മേശപ്പുറത്തിരിക്കുന്ന ഗ്രന്ഥങ്ങൾ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മറുവശത്ത് ഫോണിലുള്ളയാൾ, ക്യാഷൊക്കെ റെഡിയാണ്, താനിങ്ങ് പോരെ. കോള് കട്ട് ചെയ്തയാൾ ടെലിവിഷനിരിക്കുന്ന മുറിയിലേക്ക് നടന്നു. അവിടെയും ചാത്തൻമേട്ടിൽ നടന്ന നരബലിയുടെ വാർത്തകളാണ് ടെലിവിഷനിൽ. അയാൾ ടെലിവിഷൻ ഓഫാക്കി ഉമ്മറത്തേക്ക് വന്നു. അവിടെ ചുവരിൽ കുറച്ച് ആളുകളുടെ ഫോട്ടോയിൽ മാലയിട്ട് വച്ചിട്ടുണ്ട്. അന്ന് നല്ല നിലാവുള്ള രാത്രിയായിരുന്നു. അയാൾ മെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. ഗേറ്റിൻ്റെ പുറത്തെത്തിയ ശേഷം മടിക്കുത്തിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചുകൊണ്ട് അയാൾ റോഡിന് ഇരുവശത്തേക്കും നോക്കി. വിജനമായ റോഡ്. അയാൾ വളരെ സന്തോഷവാനായിരുന്നു. എന്തൊക്കെയോ ആലോചിച്ച് ചിരിച്ചുകൊണ്ട് അയാൾ സിഗരറ്റിൻ്റെ ഒരു പുക എടുത്തുകൊണ്ട് മതിലിൽ ചാരി നിന്നു. ആ മതിലിൽ വീടിൻ്റെ പേരെഴുതിയ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ഇരുവലങ്കാട് ഇല്ലം. കഥ അങ്ങനെ അവസാനിച്ചിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും പുതിയ കഥയുമായി വീണ്ടും വരാം. ലവ് യു ഓൾ. ബൈ.